بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. نحمده حمدا كثيرا طيبا مباركا فيه. اللهم صل وسلم وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد. അപ്പോൾ നമ്മൾ 527 ആണ് പേജ്. 32 മുതലാണ് എടുക്കാറുള്ളത്. ആയത്ത് നമ്പർ 32 സൂറത്തിന്റെ ജിമ്മ. നമുക്ക് ആ സൂറത്ത് ഓതി നോക്കാം. അതിനുശേഷം പിന്നെ റമദാൻ ആണല്ലോ വന്നത്. ഇൻഷാ അല്ലാഹ് ഇതിൽ ഒന്നോ രണ്ടോ ആയത്തൊന്നായിട്ട് പറഞ്ഞിട്ട് നമുക്ക് എല്ലാ റമദാനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കണം എന്ന് കുഞ്ഞാക്ക വന്നൊരു സൂചന തന്നിട്ടുണ്ട്. അസീസ് മാഷ് അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മളെ ബാക്കിയുള്ളവരുടെ അഭിപ്രായം എന്താ അതുകൂടെ അറിഞ്ഞാൽ സംഗതി ശരിയായി. അങ്ങനെ ആക്കാം അല്ലേ? എന്നാ പേജ് നമ്പർ 527 ആയത്ത് നമ്പർ 32 മുതൽ സൂറത്ത് അവസാനിക്കുന്നത് വരെ ഒന്ന് ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذين يجتنبون كبائر الإثم والفواحش إلا اللمم إن ربك واسع المغفرة هو أعلم بكم إذ أنشأكم من الأرض وإذ أنتم أجنة في بطون أمهاتكم فلا تزكوا أنفسكم وأعلم بمن اتقى أفرأيت الذي تولى وأعطى قليلا وأخدى وعنده علم الغيب فهو يرى أم لم ينبأ بما في صحف موسى وإبراهيم الذي وفى ألا تزر وازرة وزر أخرى وأن ليس للإنسان إلا ما سعى وأن سعيه سوف يرى ثم يجزاه الجزاء الأوفى وأن إلى ربك المنتهى وأنه هو أضحك وأبقى وأنه خلق الزوجين الذكر والأنثى من نطفة إذا تمنى وأن عليه النشأة الأخرى وأنه هو أغنى وأقنى وأنه هو رب الشعرى وأنه أهلك عادا الأولى. ആദനിൽ എന്ന വായിക്കാം. ആദൻ അൽ ഊല എന്നല്ല, ആദനിൽ ഊല. 2 സുക്കൂനുള്ള അക്ഷരങ്ങൾ തുടർച്ചയായി വന്നാൽ ആദ്യത്തെ സുക്കൂനുള്ള അക്ഷരത്തിന് ഹർക്കത്ത് ചേർക്കുക എന്നാണ് നിയമം. ആദൻ എന്നതിന്റെ അവസാനത്തിൽ ഒരു സുക്കൂനാണല്ലോ എന്നത്. അൽ ഊല എന്നതിൽ തൊട്ട് വരുന്നത് ലാമിന്റെ സുക്കൂനാണ്. ആദൻ അൽ ഊല എന്നത് മാറ്റിയിട്ട് ആദനിൽ ഊല എന്ന് വായിക്കണം. ഇൽത്തിഖാഉ സാക്കിനൈൻ എന്നാണ് അതിന് തജ്വീദിലെ നിയമം. ഇൽത്തിഖാഉ സാക്കിനൈൻ. സുക്കൂനുള്ള 2 അക്ഷരങ്ങൾ തുടർച്ചയായി വന്നാൽ ആദ്യത്തെ സുക്കൂനിനെ ഹർക്കത്താക്കി മാറ്റുക. وأنه أهلك عادا الأولى. ഒന്നുകൂടി.
عادا الأولى وثمود فما أبقى وقوم نوح من قبل إنهم كانوا هم أظلم وأطغى والمؤتفكة أهوى فغشاها ما غشى فبأي آلاء ربك تتمارى هذا نذير من النذر الأولى أزفت الآزفة ليس لها من دون الله كاشفة أفمن هذا الحديث تعجبون وتضحكون ولا تبكون وأنتم سامدون فاسجدوا لله واعبدون. ഇങ്ങനെ 15 ഇടങ്ങളിൽ കാണാം സുജൂദ് ചെയ്യാനുള്ള ആയത്തുകളാണ്. അപ്പൊ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ ഓതുന്നവനും കേൾക്കുന്നവനും സുജൂദ് ചെയ്യണം. ചെയ്യുന്നത് സുന്നത്താണ്. ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സുന്നത്താണ്. ഒരാളങ്ങനെ സുജൂദ് ചെയ്യുന്നത് കണ്ടാൽ അത് കണ്ടവരും സുജൂദ് ചെയ്യുക എന്നതും സുന്നത്താണ്. നമസ്കാരത്തിൽ ഇമാം സുജൂദ് ചെയ്താൽ അപ്പം മഅ്മൂമിന് ഫർളാണ്. ഇമാമിന് സുജൂദ് ചെയ്യൽ സുന്നത്തും ഇമാമ് ചെയ്താൽ മഅ്മൂമിന് ഫർളും. അത് ഇമാമിന്റെ പിന്തുടരൽ ഫർളാണ് എന്ന വകുപ്പിലാണ് വരിക. അപ്പൊ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇപ്പം നമ്മൾ സുജൂദ് ചെയ്യാത്തത് ഇവിടെ നമ്മൾ പഠിക്കാനിരിക്കുകയാണ് എന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് വലില്ലാഹി മാഫി സമാവാതി വമാഫിൽ അർളി ലിയജ്സിയല്ലദീന അസാഉ ബിമാ അമിലു വയജ്സിയല്ലദീന അഹ്സനു ബിൽ ഹുസ്ന എന്ന ആകാശഭൂമികൾ അല്ലാഹു സംവിധാനിച്ചു വെച്ചതിന്റെ പിന്നിൽ അതിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. അത് തിന്മ ചെയ്യുന്നവർക്ക് തുല്യ അളവിൽ ശിക്ഷ കിട്ടാനും നന്മ ചെയ്യുന്നവർക്ക് അതിനനുസരിച്ചുള്ള പ്രതിഫലം കിട്ടാനും വേണ്ടിയിട്ട് കൂടിയാണ്. അപ്പൊ നമ്മളൊരു തിന്മ ചെയ്താൽ അതനുഭവിക്കേണ്ടി വരും. അള്ളാഹു നമുക്ക് മാപ്പ് തന്നിട്ടില്ല എങ്കിൽ മാപ്പ് തരാതിരിക്കാൻ പല കാരണങ്ങളുണ്ട്. അതിലൊന്ന് നമ്മൾ ആ തെറ്റ് ഏറ്റുപറയാതിരിക്കുക എന്നതാണ്. ഇസ്തിഗ്ഫാർ, തൗബ ഇല്ലാതിരിക്കുക എന്നതാണ്. നമ്മൾ ആ തെറ്റുകളിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്നതാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം ആ തെറ്റുകളെ മൂടിക്കളയുന്ന സൽക്കർമ്മങ്ങളൊന്നും നമ്മൾ ചെയ്യാതിരിക്കുക എന്നതുമാണ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. നമ്മൾ ഇസ്തിഗ്ഫാറും തൗബയും നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്തോളം ഭൂമി നിറയെ വീഴ്ചകൾ, പാപങ്ങൾ ഉണ്ടെങ്കിലും അത് മാപ്പാക്കി നൽകുമെന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അത് മുടക്കാൻ പാടില്ല. രണ്ടാമത്തത് വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. ചെയ്ത തെറ്റ് പിന്നീട് മനഃപൂർവ്വം ആവർത്തിക്കുകയില്ല. അത് തന്നെ ഇനിയും ചെയ്യും ആരവിടെ ചോദിക്കാൻ, ഞാൻ എൻ്റെ സൗകര്യം പഠിച്ചു വയ്ക്കും എന്ന ചിന്ത വിശ്വാസിയുടേതല്ല. തെറ്റുപറ്റും. വല്ലാഹി ലൗലം തുദ്നിബൂൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, നിങ്ങൾ തെറ്റ് ചെയ്യാത്ത മനുഷ്യന്മാരാണ് പടപ്പുകളായിരുന്നെങ്കിൽ തീർച്ചയായും അള്ളാഹു വേറൊരു ജനവിഭാഗത്തെ ഇവിടെ കൊണ്ടുവരികയും അവർ തെറ്റ് ചെയ്യുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുന്നവരായിരിക്കുകയും ചെയ്യും.
അപ്പൊ തെറ്റ് ചെയ്യാതിരിക്കുക എന്നതല്ല, ചെയ്തത് അംഗീകരിക്കാനും ഏറ്റുപറയാനുള്ള സന്മനസ്സുണ്ടാവുക എന്നതാണ് മനുഷ്യന്റെ ക്വാളിറ്റി. കുല്ലുബുന ആദമ ഖത്താഊൻ ഫഖൈറുൽ ഖത്താഈന മിൻഹും അത്തവ്വാബൂൻ എന്ന്. മനുഷ്യനാണോ തെറ്റുകൾ സംഭവിക്കും. തെറ്റുകൾ ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവർ അത് ഏറ്റുപറയുന്നവരാണ്. ഫഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ. മൂന്നാമത്തത്, നമ്മളിൽ അബദ്ധം സംഭവിക്കുന്നത് മായ്ച്ചു കളയാനും ഓടിക്കളയാനും കൂടിയുള്ളതാണ് നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, സൽക്കർമ്മങ്ങൾ. ഇന്നൽ ഹസനാത്ത യുദ്ഹിബിന സയ്യിആത്ത് ദാലിക ദിക്റാ ലിദ്ദാകിരീൻ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നൽ ഹസനാത്ത്, തീർച്ചയായും സൽക്കർമ്മങ്ങൾ, യുദ്ഹിബിന ഇല്ലാതാക്കും, അസയ്യിആത്ത് വീഴ്ചകളെ ഇല്ലാതാക്കും. ദാലിക ദിക്റാ ലിദ്ദാകിരീൻ, അത് ഓർമ്മ വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അപ്പൊ നന്മകൾക്ക് വർധനമുണ്ടാവണം. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലെ ഗവർണറായി വിടുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന 3 ഉപദേശങ്ങൾ. ഒന്ന്, ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത, എവിടെയാണെങ്കിലും അല്ലാഹനെ സൂക്ഷിച്ച് ഭയപ്പെട്ട് ജീവിക്കണം. 2, വഅത്ബിഇ സയ്യിഅത്തൽ ഹസനത തംഹുഹ, ഒരു വീഴ്ച സംഭവിച്ചാൽ ഉടനെ ഒരു നന്മ ചെയ്യണം. തംഹുഹ, ആ വീഴ്ചയെ ആ നന്മ മായ്ച്ചോളൂ. 3, വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, മനുഷ്യരോട് നല്ല രൂപത്തിൽ പെരുമാറണം. അപ്പൊ അതിന് 2-ന്റെയും 3-ന്റെയും നടുവിലുള്ളതല്ല, നന്മ വേണം. തിന്മ ചെയ്താൽ അതിനെ മൂടിക്കളയുന്ന നന്മ വരണം. ഇത് 3 ഇല്ലെങ്കിൽ പിന്നീട് നമ്മുടെ മുമ്പിൽ ആകെ ഒരു പ്രതീക്ഷ, അല്ലാഹു അങ്ങേയറ്റം കൃപാലുവാണ്, ദയാലുവാണ്, അങ്ങേയറ്റം കരുണാവാരിധിയാണ്, അനുഗ്രഹവാനാണ്, മാപ്പ് നൽകുന്നവനാണെന്നാണ്. പക്ഷെ അതൊരു വിശ്വാസിയുടെ ലക്ഷണമാക്കി കൊണ്ടുനടക്കാൻ പാടില്ല. വിശ്വാസി അവനവൻ ചെയ്യാനുള്ള മുഴുവൻ കാര്യങ്ങളും കൃത്യമായി ചെയ്തു തീർത്തതിന് ശേഷമല്ലേ അള്ളാഹു ദയാവരനാണ്, മാപ്പാക്കി തരും എന്ന് പ്രതീക്ഷിക്കുക, അല്ലേ? അപ്പൊ അതോട് ചേർത്തിട്ടാണ് വേണ്ടത്. അല്ലദീന യജ്തനിബു, അതാണ് ഇവിടെ പറയുന്നതാണ്. അല്ലദീന യജ്തനിബൂന, ഇതിന്റെ അവസാനം എന്താ? വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി യജ്സിയല്ലദീന അസാഉ ബിമാ അമിലു വയജ്സിയല്ലദീന അഹ്സനൂ ബിൽ ഹുസ്ന, നന്മ ചെയ്തവർക്ക് അതിന്റെ ഉത്തമമായ പ്രതിഫലം നൽകുക കൂടി പ്രപഞ്ച സംവിധാനത്തിന്റെ ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ്. ആ ഉത്തമ പ്രതിഫലം കിട്ടുന്നത് ആർക്കാണെന്നാണ് ഈ പറയുന്നത്. അല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി വൽ ഫവാഹിഷ്, വൻ പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. കബായിറുൽ ഇസ്മ, വൻ പാപങ്ങൾ ചെയ്തതിന് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി സ്വാഭാവികമായിട്ടുള്ള മാപ്പില്ല. സ്വാഭാവികമായ മാപ്പ് കിട്ടുന്നത് അല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി വൽ ഫവാഹിഷ്, മ്ലേച്ഛതകളിൽ നിന്ന്, വൃത്തികേടുകളിൽ നിന്ന് മാറി നിൽക്കുക, വൻ പാപങ്ങളിൽ നിന്ന്. ഇല്ലല്ലമം, നിസ്സാരമായതൊക്കെ സംഭവിച്ചു എന്ന് വരാം, അവക്കാണ് ഈ മാപ്പുള്ളത്. കൂടിയിട്ടുണ്ടെങ്കിൽ അവക്കാണ് മാപ്പ് കിട്ടുക. വിശ്വാസി എന്ന് പറയുമ്പോ ലാ യശ്റബു ശാരിബു ഹൈന യശ്റബു വഹുവ മുഅ്മിൻ വല യസ്നി സാനി ഹൈന യസ്നി വഹുവ മുഅ്മിൻ വല യസ്രിഖു സാരിഖു ഹൈന യസ്രിഖു വഹുവ മുഅ്മിൻ എന്നാണ് നിബിധങ്ങൾ പറഞ്ഞത്. ഒരാൾക്ക് ഈമാൻ നിലനിർത്തിക്കൊണ്ട് കളവ് നടത്താനോ വ്യഭിചരിക്കാനോ കഴിയില്ല, മദ്യപിക്കാനും കഴിയില്ല. അപ്പൊ നമ്മുടെ ഈമാൻ കുറയുന്നതിന്റെ ലക്ഷണമാണെന്ത്? നമ്മളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും
വരുന്ന വീഴ്ചകളുടെ കാരണം. ഇമാം ബുഖാരി റളിയല്ലാഹു റഹിമഹുല്ലാഹ് പറയാ, അൽ ഈമാനു യസീദു ബിത്തൊആത്തി, ഇബാദത്ത് വർദ്ധിക്കുന്നതിനനുസരിച്ചാണ് ഈമാൻ വർദ്ധിക്കുക. എന്നാൽ ഇബാദത്ത് കുറയുന്നതിനനുസരിച്ചല്ല ഈമാൻ കുറയുക. വയൻഖുസു ബിൽ മഅസിയാത്ത്, വേണ്ടാത്തരങ്ങൾ കയ്യിലുണ്ടെങ്കിൽ അതാണ് ഈമാൻ കുറയ്ക്കുക. വേണ്ടാത്തരങ്ങൾ ഈമാൻ കുറക്കുകയും ഇബാദത്തുകൾ ഈമാൻ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇത് വെച്ചും ഇതുകൂടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിനു സയ്യിആത്ത്. നന്മകൾ അധികരിപ്പിച്ചുകൊണ്ടേയിരുന്നാൽ ഈമാൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതിനിടയിൽ നേരിയ അബദ്ധങ്ങളാണ് പിന്നീട് സംഭവിക്കാൻ സാധ്യതയുള്ളത്. അത് ഈ നന്മകൾ ഇല്ലാതാക്കുകയും ചെയ്യും. അല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി വൽ ഫവാഹിഷ്. കബായിർ എന്താന്ന് ചോദിച്ചാൽ അതിന് 3 തരം വിശദീകരണങ്ങളാണുള്ളത്. ഒന്ന് മൂബിക്കാത്ത് എന്നാണ് പറയുക, നമ്മൾ ചെയ്ത നന്മകളെ കൂടി ഇല്ലാതാക്കുന്നത്, മുക്കിക്കളയുക. അതാണ് മൂബിക്ക് എന്ന് പറഞ്ഞ അർത്ഥം. അത് 7 എണ്ണമാണ്. സബറൽ മൂബിക്കാത്ത് എന്നാണ് അതിൽ പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് കാണാം. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇജ്തനിബു അസ്സബറൽ മൂബിക്കാത്ത്, നിങ്ങളുടെ സകല സൽക്കർമ്മങ്ങളും ഇല്ലാതാക്കുന്ന 7 മഹാപാപങ്ങളുണ്ട്, അതിൽ നിന്ന് വിട്ടു നിൽക്കണം. ഖാലു വമാ ഹുന്ന യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ദൂതരെ ഏതൊക്കെയാണത് ഒന്ന് പറഞ്ഞാണി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശ്ശിർക്കു ബില്ലാഹ്, തർക്കില്ല, ശിർക്കാണ്, സർവ നന്മകളും ഇല്ലാതാക്കും. വസ്സിഹർ, മാരണം ചെയ്യലാണ്. വഅഖിലു റിബ, പലിശ ഉപയോഗിക്കലാണ്. വഅഖിലു മാലൽ യതീം, അനാഥയുടെ സമ്പത്ത് അന്യായമായി ഉപയോഗിക്കലാണ്. ഖത്ലു നഫ്സില്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, മറ്റൊരാളുടെ മരണത്തിന് ഇടയാക്കുന്ന കാരണങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്ന. കൊല്ലുന്നല്ല, കൊല്ലുന്ന ആ പദത്തിന്റെ അർത്ഥം നമ്മളുടെ ഒരു വാക്കോ പ്രവൃത്തിയോ കാരണമായി മറ്റൊരാൾ മരിക്കാനിടയാവുക, അതിന്റെ ഉത്തരവാദിത്വം നമ്മളുടേതാണ്. പിന്നെന്താണ്? വഖദ്ഫുൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്തിൽ ഗാഫിലാത്ത്, അന്തസ്സുള്ള പെൺകുട്ടികളെ കുറിച്ച് അവരിൽ കാണുന്ന നേരിയ അബദ്ധങ്ങളുടെ വീഴ്ചകളുടെ അലസതയുടെ പേരിൽ അവരെക്കുറിച്ച് അപവാദം പറയുക. ഇത് നാട്ടിൽ നടക്കണതാട്ടോ. മുജാഹിദുകൾക്കിടയിൽ ഒരു ലക്കും ലഗാനുമില്ലാതെ നടക്കുന്ന 7 പാപങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒന്നിതാണ്. ഒരു പെൺകുട്ടി നടന്നു പോകുമ്പോൾ അതിന്റെ തട്ടം കുറച്ച് തലയിൽ നിന്ന് ഇറങ്ങി കിടന്നിട്ടുണ്ടെങ്കിൽ മോളെ ആ തട്ടൊന്നാണ് കയറ്റിയിട്ടല്ലാന്ന് പറയുന്ന ആ ഒരു വാത്സല്യത്തിനും കരുതലിനും പകരം അല്ലെങ്കിൽ ഇപ്പോഴത്തെ പെണ്ണുങ്ങളൊക്കെ അങ്ങനെ തന്നെ എന്നിടത്താണ് നമ്മളുടെ പോക്ക്, അല്ലേ? അതിന് ഓളെന്നാണ് എങ്ങനെ ഓളമ്മ എന്നാണ്ടെന്ന് പറയും. ഉമ്മ അങ്ങനെ നന്നായിട്ട് പെരക്കാര ആണുങ്ങൾക്ക് എന്താ കഴിച്ചുകാലില്ലേ, ഓൽക്കെന്താ പറഞ്ഞൂടെ? ഇത്രയും നേരം പറയാതിട്ടുള്ള പൊന്നാര ചെങ്ങാരി ഇങ്ങനത്തെ ഒന്നാണ് പറഞ്ഞത്, മോളെ തട്ടെറിയിപ്പിക്കുന്നത്, അതൊന്നാണ് കയറ്റിത്തള എന്ന് പറഞ്ഞ പോലെ. അപ്പൊ അല്ലെങ്കിൽ മിണ്ടാതെ നിന്നൂടെ, അവരായി അവരെ പാടായി നിൽക്കൂടെ. വഖദ്ഫുൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്തിൽ ഗാഫിലാത്ത്, ഇന്നല്ലദീന യർമൂനൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്തിൽ ഗാഫിലാത്തിൽ ലുഇനൂ ഫിദ്ദുനിയാ വൽ ആഖിറ വലഹും അദാബുൻ അലീം. സൂറത്ത് നൂർ. ഇങ്ങനെയുള്ള പെൺകുട്ടികളെ കുറിച്ച്, സ്ത്രീകളെ കുറിച്ച് ഇല്ലാക്കഥകൾ അപവാദം പറഞ്ഞുണ്ടാക്കുന്നവർ ദുനിയാവിലും പരലോകത്തും ശപിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് ഉണ്ടാവുക. യൗമ തശ്ഹദു അലൈഹിം അൽസിനത്തുഹും വഅയ്ദീഹിം വഅർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ, അവർ കൈകൊണ്ട് ചെയ്തതും കാലുകൊണ്ട് ചെയ്തതും വായ കൊണ്ട് പറഞ്ഞതുമായ കാര്യങ്ങൾക്ക് അവർ പരലോകത്ത് കണക്ക് പറയേണ്ടി വരും. വയഅലമൂന അന്നല്ലാഹ ഹുവൽ ഹഖ്,
ഹഖ്ഖുൽ മുബീൻ. അപ്പൊ ബോധ്യപ്പെടും റബ്ബ പറഞ്ഞത് തന്നെയായിരുന്നു സത്യം എന്ന് അപ്പോഴാ ബോധ്യപ്പെടാം. അപ്പൊ അത് വേണ്ട കേട്ടോ. ഏഴാമത്തെ കാര്യം തവല്ലി യൗമ സഹ്ഫ് എന്നാണ്. പടയിൽ നിന്ന് പിന്തിരിഞ്ഞോടുക എന്ന് മലയാളത്തിൽ ഒറ്റ വാക്കിൽ പറയാം. ഒരു പൊതു കാര്യത്തിന് തീരുമാനമെടുക്കുകയും അതിൽ പങ്കാളിയാവാമെന്ന് പരസ്പരം തീരുമാനിക്കുകയും ചെയ്തിട്ട് അള്ളാഹു റസൂലും അംഗീകരിക്കുന്ന കാരണങ്ങളില്ലാതെ ആ സമയത്ത് അതിൽ പങ്കെടുക്കാതിരിക്കുക. നമ്മൾ നാലഞ്ചാൾക്കാർക്ക് പരിപാടിക്ക് പോകാൻ ചെയ്ത് ദീനീപരമായ പരിപാടിക്ക് പഠിച്ചു വന്നിട്ട് കൂലി എന്താവട്ടെ പോകാൻ തീരുമാനിച്ച് നമ്മളൊരു 10 മണിക്ക് പോകാം, ഇന്നടുത്ത് 10 മണിക്ക് എത്താം എന്ന് എല്ലാവരും കൂടെ തീരുമാനാക്കി 5 ആള് 6 ആളെ പോകാൻ തീരുമാനിച്ച 5 ആളും വന്ന് 6 ആളെ 10 6 10 മണിയായിട്ടും കാണില്ല, 10 10 കാണില്ല. വിളിച്ചു നോക്കുമ്പോ എനിക്കൊരു അത്യാവശ്യം വന്ന് ഞാനില്ല നിങ്ങൾ പോയിക്കോളി എന്ന് പറയുന്ന സ്വഭാവം നമുക്ക് ഉണ്ടോ ഇല്ലേ? എന്നിട്ട് അങ്ങനെ അത്യാവശ്യത്തേക്ക് സുഹൃത്തുക്കളെ അതാ ഉണ്ടായപ്പോ തന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞു പിന്നെ എനിക്ക് നമ്മൾ ആ തീരുമാനം എടുത്തതിന് ശേഷം ഒരു പെട്ടെന്നൊരു അത്യാവശ്യത്തേക്കുള്ളൂ, അതുകൊണ്ട് ഞാൻ ഉണ്ടാവില്ല കേട്ടോ, നിങ്ങൾ പൊയ്ക്കോണേ, അള്ളാഹു കാക്കട്ടെ എന്നും കൂടി പറഞ്ഞുകൂടെ നിനക്ക് ആദ്യം പറയായിരുന്നു. ഞാൻ അപ്പൊ അത് പറഞ്ഞിട്ട് വേണം. അതെന്താപ്പോ ഈമാൻകാരി ഇസ്ലാംകാരി എന്നല്ലോ ആണ്, അത് ഈമാൻകാരി ഇസ്ലാംകാരി ആണ്. എന്താ ഈ ബാക്കിയുള്ള 5 ആൾക്കാർ പൊട്ടന്മാരാ? നമുക്ക് എന്തും ചെയ്യാന്നാ? ഒന്നുകിൽ അപ്പൊ തന്നെ പറയണ്ടേ ഞാൻ ഉണ്ടാവില്ല, എനിക്ക് നാളെ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് ഞാനില്ല. എന്താ പറയുന്നത് കുഴപ്പം? പ്രശ്നങ്ങളും പ്രയാസങ്ങളും മനുഷ്യന് എപ്പോഴും ഉണ്ടാകും. അതേ സമയത്ത് ആർക്കുണ്ടാവാം. അതോട് വിളിച്ചു പറഞ്ഞാൽ പോലെ എനിക്കിങ്ങനെ സംഭവമുണ്ട്, അത് ഞാൻ അപ്പോൾ ഓർത്തില്ല, അതിനിപ്പോ ഞാനല്ലാതെ വേറെ ആരുമില്ല, ഞാനൊന്ന് പോകട്ടോ എന്ന് പറഞ്ഞാൽ പ്രശ്നം അവസാനിച്ചില്ലേ? അപ്പൊ ഒരു കൂട്ടായ തീരുമാനത്തിൽ നിന്ന് പിന്മാറുക എന്നാണ് അതിന്റെ വ്യാപകമായ അർത്ഥം. അതെന്താണ്? മഹാഭാവമാണ്. മറ്റൊരു വിഭാഗം ഇമാം ദഹബി അൽ കബായിർ എന്നൊരു കിതാബ് എഴുതിയിട്ടുണ്ട്. 400 മഹാഭാവങ്ങളാണ് അതിൽ അദ്ദേഹം എണ്ണിയിട്ടുള്ളത്. ഈ പറഞ്ഞ 7 എണ്ണം ഉൾപ്പെടെ 400 എണ്ണമാണ് അദ്ദേഹം എണ്ണിയിട്ടുള്ളത്. അവസാനിപ്പിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് ഇത് ഞാൻ കണ്ടെടുത്തതാണ്, ഇതിവിടെ ഒന്നും ഒതുങ്ങൂല കേട്ടോ, ഇതിവിടെ ഒന്നും ഒതുങ്ങൂല. അതിൽപ്പെടുന്ന ഒന്നാണ് വാക്കിലും പ്രവൃത്തിയിലും കള്ളത്തരം ഉണ്ടാവുക എന്നത്. അലാവ ഖൗലു സൂർ വ ഷഹാദത്തു സൂർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സത്യം ചെയ്തത് പാലിക്കാതിരിക്കരുത്. ഇങ്ങനെ പല കാര്യങ്ങൾ അതിലുണ്ട്. മൂന്നാമത്തെ വിഭാഗം അലാ ഉഖ്ബിറുക്കും ബി അക്ബരിൽ കബായിർ, മഹാപാപങ്ങൾ പലതുണ്ട്, അതിന് ഏറ്റവും ഗുരുതരമായത് പറയട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ചോദിച്ചു. എന്നിട്ട് അതിൽ പറഞ്ഞോളി എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത് അൽ-ഇശ്റാഖു ബില്ലാഹ്, ഒന്ന് അള്ളാഹുവിൽ പങ്കു ചേർക്കലില്ല, അതിന് അപ്പുറത്ത് ഈ ഒരു പാപം വേറില്ല. 2 ഉഖൂഖുൽ വാലിദൈൻ, ചെറുപ്പക്കാരെ മനസ്സിലാക്കണം. ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ ഉമ്മയും ബാപ്പയും ജീവിച്ചിരിക്കുന്ന എല്ലാവരും അവരുടെ മക്കള്, ഉമ്മയും ബാപ്പയും ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ മക്കളാവാ. അങ്ങനെ ഉമ്മയും ബാപ്പയും ഇല്ലാതെ ആലോചിച്ചു. ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ സങ്കടപ്പെടുത്തുക, വിഷമിപ്പിക്കുക, പ്രയാസപ്പെടുത്തുക, അവഗണിക്കുക, അനാദരിക്കുക, അവർക്ക് വിഷമങ്ങൾ ഉണ്ടാക്കുക, അത് മഹാപാപങ്ങളിലെ മഹാപാപങ്ങളിൽ 2ാമത്തേതാണ്. നമ്മൾ ഇടക്കിടക്ക് പറയണമെന്നുണ്ടറിയോ, പോയതിന്റെ വേദന പോയവർക്കേ മനസ്സിലാവുള്ളൂ. പോയതിന്റെ വേദന പോയവർക്കേ മനസ്സിലാവുള്ളൂ. അല്ലേ? മുകളിൽ നിന്ന് നമ്മുടെ തലപ്പ് പൊഴിഞ്ഞു പോയാൽ അതിന്റെ സ്ഥാനവും മാനവും വിലയും അവരൊരുക്കി വെച്ചിരുന്ന സ്നേഹവും കരുതലും ഒക്കെ മനസ്സിലാവുന്നു. 12 മണി 1 മണി സമയത്തൊക്കെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴും ഒരു ചിമ്മിനി വിളക്ക് കത്തിച്ച് വെച്ചിട്ട് കൊലായി ഇരിക്കുന്നുണ്ടാവും. ഉമ്മ ബസ്സില്ല, വണ്ടിയില്ല, സ്വന്തമായിട്ട് കാറില്ല,
അങ്ങനെ ഒരു കാലം. 2-3 കിലോമീറ്റർ രാത്രിയിൽ ബസ് ഇറങ്ങിയിട്ട് കാട്ടിൽ കൂടെ നടക്കേണ്ടി വന്നിരുന്ന കാലം. വീട്ടിലെത്താനേ എല്ലാവരും കിടന്നുറങ്ങിയിട്ടുണ്ടാവും, മുറ്റത്ത് കാത്തിരിക്കുന്നുണ്ടാവും കൊലയുന്നു. എന്തിന്റെ ബലത്തിലാണ് ഒരപകടമില്ലാതെ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ടാവുക? നമ്മുടെ മക്കൾ അക്കാലത്ത് ആ പ്രാർത്ഥനയുടെ ബലത്തിലാവില്ലേ? അത് പോകുമ്പോഴേ മനസ്സിലാവുള്ളൂ. അത് മതപരമായ പരിപാടിക്ക് പോയിട്ടല്ല നേരം വൈകണമെന്ന് വെച്ചാൽ നമ്മളാണ്ട് കേറി ചെല്ലണ പണിയുണ്ടാവുള്ളൂ. അകത്തുനിന്ന് വാതിൽ തുറന്നിട്ടുണ്ട് വാപ്പാക്കൊരു വരവ്. എവിടെ എന്ന് ചോദിച്ചു മേലിൽ ആവർത്തിച്ചാൽ കാണിച്ചു തരണം. അത് നമ്മളോടുള്ള വൈരാഗ്യം കൊണ്ടായിരുന്നോ, അതോ വല്ല അപകടവും ഒരു രാത്രിയിൽ ഉണ്ടാകാനുള്ള സാധ്യത എന്റെ കുട്ടി അതിൽ പെടരുതെന്ന് വിചാരിച്ചിട്ടാണോ? പണ്ട് അബ്ദുല്ലാഹിബിൻ മുബാറക്ക് ചോദിച്ചു ഉമ്മാനോടെ, ഉമ്മ നിങ്ങൾ ഒരുപാട് കരയുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. മക്കൾ കേൾക്കാൻ കേട്ടോ, പക്ഷെ വാപ്പ ഞങ്ങൾക്ക് വേണ്ടി കരയുന്നത് കണ്ടില്ല. അതെന്താ അങ്ങനെ? അപ്പൊ ഉമ്മ കൊടുത്ത മറുപടി എന്താ അറിയോ? മോനെ, വാപ്പാന്റെ കണ്ണീരാണ് നിങ്ങൾക്ക് വേണ്ടി ഒഴുക്കുന്ന വിയർപ്പ് മുഴുവനും. ഇനി വരാൻ കണ്ണീര് ബാക്കിയില്ല. എനിക്കങ്ങനെ വിയർപ്പൊഴുക്കാനില്ല, കണ്ണീര് ഉള്ളൂ. ഞാൻ ഒന്നുമല്ല. നിങ്ങൾ എന്താണോ അത് നിങ്ങൾ ഒപ്പയാണ്. നിങ്ങൾ തന്നെയല്ലേ അല്ലേ? നമ്മളെ താങ്ങി 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 അവർ ചെറുതായി, ആരോഗ്യം പോയി, പ്രായമായി, വയ്യാതായി. അവരെ കഴിയുമ്പോൾ പിടിച്ച് നമ്മൾ വലുതായി, ആരോഗ്യം കൂടി. അപ്പൊ നമുക്ക് ആരോഗ്യം ഉണ്ടായി, അവർക്ക് ആരോഗ്യം ഉണ്ടായപ്പോൾ ഇല്ലാതായപ്പോൾ നമുക്ക് അവർ വേണ്ടാന്നാ വെച്ച്. അവരുടെ ആരോഗ്യം നമ്മുടെ നിസ്സഹായാവസ്ഥക്കുള്ള കരുത്തും താങ്ങുമായിരുന്നു. സ്വാഭാവികമായി നമ്മുടെ ആരോഗ്യം എന്താവണം? അവർക്ക് വേണ്ടിയുള്ള കരുത്തും താങ്ങും സമാധാനവും ആവണ്ടേ? നേർക്ക് നേരോന്ന് ആലോചിച്ച് കാണിക്കും. ഈ രണ്ടാളും നഷ്ടപ്പെട്ടിട്ട് എനിക്ക് 30 കൊല്ലമായി. ഒരാൾ പോയിട്ട് 30 കൊല്ലം ഉപ്പ, അടുത്ത ആൾ പോയിട്ട് 24 കൊല്ലമായി. പോയവരെ വേദന അറിയുള്ളൂ. അത് നിങ്ങൾക്ക് പലർക്കും അത് ഓർമ്മ ഉണ്ടാവും. എൻ്റെ കൂട്ടുകാരൻ പറയും, എൻ്റെ ഉമ്മ ഞാൻ 3-ാം ക്ലാസ്സിൽ മദ്രസയിൽ പഠിക്കുമ്പോൾ ആണ് വാപ്പ മരിച്ചത്. നമ്മൾ അക്ബർ സുലായി ഉമ്മാനെ വാപ്പ പുറത്തിറക്കൂലായിരുന്നു. ഇത്ര കഷ്ടപ്പാടാണെങ്കിലും വാപ്പ ഒറ്റയ്ക്ക് ഏറ്റെടുക്കും. പക്ഷെ ഉപ്പ മരിച്ചപ്പോൾ ഒരു നിവൃത്തിയില്ല ജീവിക്കാൻ. ഞാൻ ഒരു ദിവസം മദ്രസയിൽ നിന്ന് വരുമ്പോൾ ഉമ്മണ്ട് ഒരു കൈക്കോട്ടം പിടിച്ചിട്ട് അയലോക്കത്തെ കവുങ്ങും തോട്ടത്തിൽ പുല്ല് ചെത്തുന്നു. ആ ഉമ്മ എൻ്റെ കണ്ണെന്നാണ് മാറുന്നില്ല. ഇപ്പോഴും ജീവിച്ചിരിക്കേണ്ടവര്. ആ ഉമ്മൻ്റെ കണ്ണെന്നാണ് മാറുന്നില്ല. ഞാൻ എത്ര വലുതായാലും ഉമ്മേനെ കാണുമ്പോൾ എനിക്ക് ആ കൈക്കോട്ടം പിടിച്ച് നിൽക്കണതാണ് ഓർമ്മ വരിക. ആ കൈക്കോട്ടം ബന്ധപ്പെടുത്താണ് ഇന്ന് എന്നെ സ്വലാഹിയാക്കിയതും മാഷാക്കിയതും. അലാ അലാ വഅഖൂഖുൽ വാലിദൈൻ. അപ്പൊ അവരെ അപമാനിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. അവർക്ക് വിഷമമുണ്ടാവുക, സങ്കടം ഉണ്ടാവുക, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാതിരിക്കുക, അതിന് നമ്മൾ കാരണമാവുക. അത് വൻ പാപമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. 3 വൻപാപങ്ങളിലെ വൻപാപങ്ങളാണ് പാപമാണ്. 3 വഅൻ തുസാനിയ ഹലീലത ജാരി. നിന്നെ വിശ്വസിച്ച് നിന്റെ അയൽപക്കത്ത് താമസിക്കുന്ന നിന്റെ കൂട്ടുകാരന്റെ ഭാര്യയെക്കുറിച്ച് മോശമായ വിചാരമുണ്ടാവുക. വ്യഭിചരിക്കുക എന്നാ പദത്തിന്റെ അർത്ഥം. അവിടെ നിന്നൊക്കെ അത് വിടണം. അയലോക്കത്ത് ആ പെൺകുട്ടീനെ അവിടെ വെച്ച് നിർത്തിപ്പോയിട്ട് ഓൻ ഗൾഫിൽ പോയപ്പോ ഓന്റെ പ്രതീക്ഷ എന്താണ്? ഒരാങ്ങളയെ പോലെ, ഒരു ഉപ്പയെ പോലെ ആ കുടുംബത്തിന് നമ്മൾ താങ്ങാവുമെന്നാണ്. ഇതൊന്ന് നോക്കണട്ടോ, പെരേക്കൊന്ന് ശ്രദ്ധിക്കണട്ടോ എന്ന് പറയും കൂടെ ചെയ്തിട്ടാ പോകാം. ആ വിശ്വസ്തത മറ്റൊരു വഴിയിലേക്ക് തിരിഞ്ഞു പോയാൽ
അത് വൻ പാപങ്ങളിൽ 3 എണ്ണം എന്ന് എണ്ണിയതിൽ 3-ാമത്തേതാണ്. അല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി വൽ ഫവാഹിഷ് ഇല്ലൽ ലമം. നിസ്സാരമായതൊക്കെ സംഭവിക്കും. ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ. എന്നാലും നിങ്ങളുടെ റബ്ബ് വിശാലമായ മാപ്പ് നൽകുന്ന അത്യുദാരനാണ്. അതുകൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത്. അല്ലേ? എത്ര തല്ല് കിട്ടിയെന്ന് പറഞ്ഞത് കേൾക്കായിട്ട് ഉമ്മാൻ്റെ അടുത്തും ഉപ്പാൻ്റെ അടുത്തൊന്നും ഒരു നുള്ളല് പോലും പഠിച്ചവൻ്റെ അടുത്ത് ഇതുവരെ കിട്ടിയില്ല. ഇല്ലല്ലോ. എന്തുകൊണ്ടാണ്? കഴിയാനിട്ടല്ല. ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ. അങ്ങേ അറ്റം മാപ്പാക്കുന്ന പടച്ചവൻ, അവനിലേക്ക് നമ്മുടെ കൈകളും മനസ്സും വെച്ച് കൊടുക്കാൻ കഴിയണം. അതിന് ഇനി റമദാൻ വരട്ടെ എന്ന് പ്രാർത്ഥിക്കണ്ട. എന്താ പ്രയോഗം അറിയോ? ഹുവ അഅലമു ബിക്കും. അവന് നിങ്ങളെ അറിയാം. എപ്പറിയാം? ഇപ്പൊ അടുത്തൊന്നുമല്ല. ഇത് അൻശഅകും മിനൽ അർള്. ഭൂമിയിലെ മണ്ണിലെ ധാതു ലവണങ്ങളിൽ നിന്ന്, പ്രോട്ടീനുകളിൽ നിന്നും, മിനറൽസുകളിൽ നിന്നും, മത്സ്യമാംസ്യാദികളിൽ നിന്നും നിങ്ങൾ രൂപപ്പെട്ടു വരുന്ന കാലത്ത് അവന് നിങ്ങളെ അറിയാം. എന്തൊരു പ്രയോഗം നോക്കാണ്. അതായത് വാപ്പ കാരണവന്മാർ കഴിച്ച ഭക്ഷണത്തിൽ എവിടെയോ ഒരിടത്ത് നമ്മളുടെ ആദ്യ ബിന്ദു തുടക്കം കുറിച്ച കാലം മുതൽ അറിയാം. ഈ ബിന്ദു പോയിട്ടാണ് ഇനി ഉസ്മാൻ ആവാനുള്ളത് എന്നത് ആർക്കറിയാം? അള്ളാഹുവിനറിയാം. അത് മാതാപിതാക്കളുടെ ഗർഭപാത്രത്തിൽ എത്തുമ്പോഴല്ല മനസ്സിലായത്. അങ്ങനെയല്ലേ? നമ്മളെ ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്താ നമ്മളോട് പഠിപ്പിക്കുന്നത്? DNA എന്താ പഠിപ്പിക്കുന്നത്? നിങ്ങൾ ആരാണോ അത് നിങ്ങളുടെ ഒരുപാട് മുമ്പുള്ള പിതാമഹന്റെ ജീനിൽ കോഡായിട്ട് വെച്ചിട്ടുണ്ട്. അല്ലേ? ഉണ്ടല്ലോ. അത് ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നിങ്ങളുടെ തലമുറയിൽ കഴിഞ്ഞുപോയ പിതാമഹന്മാരുടെ എല്ലാം DNA-യിൽ നിങ്ങളെക്കുറിച്ചുള്ള വിവരം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇത് അൻശഅകും മിനൽ അർള് വഇദ് അൻതും അജിന്നത്തുൻ ഫീ ബുതൂനി ഉമ്മഹാത്തിക്കും. അവിടം വിട്ട് നേർക്കുനേരെ നിങ്ങൾ നിങ്ങളുടെ മാതാക്കളുടെ ഗർഭാശയങ്ങളിൽ എത്തിയപ്പോഴും അവന് നിങ്ങളെ അറിയാം. അപ്പൊ ഓന്റെ മുമ്പിൽ ഈ കളി വേണ്ടാന്നർത്ഥം. ഈ തമാശയൊന്നും അടവൊന്നും അവിടെ പോകൂല. അതൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട. അതൊട്ടൊന്നും കാര്യാവൂല. നിങ്ങൾ ആരായിരുന്നു, എവിടുന്നാ വന്നിരുന്നത് കൃത്യമായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് ഫലാ തുസക്കൂ അൻഫുസക്കും. നിങ്ങൾ സ്വയം ഞാൻ നല്ലോനാണ്, ഞാൻ തസ്കിയത്തുള്ളവനാണ്, ഇന്നെക്കാൾ മെച്ചപ്പെട്ടവരാരുമില്ല, എനിക്കിനി പേടിക്കാനൊന്നുമില്ല എന്ന് നിങ്ങൾക്ക് മാർക്കിടണ്ട. അങ്ങനല്ലേ? ഫലാ തുസക്ക്. നാട്ടുകാർക്ക് മുഴുവൻ നമ്മൾ മാർക്കിട്ട്. എന്ത് മാർക്കിട്ട്? മെറിറ്റാ മാർക്കിട്ട്? അതോ ഡിമെറിറ്റോ? നാട്ടുകാരുടെ നന്മയാണോ നമ്മൾ കണ്ടത് തിന്മയാണോ? മകണികളെ കുഞ്ഞാക്കാന്റെ കുപ്പായത്തിൽ ഒരു കറുത്ത പുള്ളിണ്ടെങ്കിൽ ഇവിടുന്ന് ഞാൻ നോക്കി പറയും, കുഞ്ഞാക്ക അവിടെ ഒരു കൊതുക് വന്നിരിക്കുന്നുണ്ട്. കുഞ്ഞാക്കാന്റെ കുപ്പായം മുഴുവനും വെള്ളയാണ്, ഞാനത് കാണില്ല എന്ന് വെച്ചാൽ അതല്ല നിലപാട്. ഒരു വൈറ്റ് പേപ്പർ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് നടുക്കൊരു മഷിയിട്ടൊരു കുത്തിട്ട് അങ്ങനെ എന്താ കാണുക? തവ്വലാണോ കാണോ? നടുക്കുള്ള കുത്താണോ കാണുക? ആ കുത്ത്. അത് മാത്രമാണ് അവിടെ ഒരു കറയായിട്ടുള്ളത്. അത് കണ്ട്. അപ്പൊ ഈ കണ്ട വിശാലമായ ഈ വൈറ്റുകൾ കണ്ടില്ല. ഇവൻ ഡീമെറിറ്റ് മാത്രം നോക്കാൻ നിൽക്കുക. മനുഷ്യന്റെ നന്മകളിലേക്ക് വെളിച്ചം ഇവന്റെ കണ്ണിലില്ല. ഇവരൊക്കെ കൂടെ നോക്കുമ്പോ നമ്മളെ എന്തൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഒറ്റയ്ക്ക് നോക്കിയിട്ട് ചുറ്റുപാടുകളുടെ മുഴുവൻ മനുഷ്യന്മാരുടെയും തെറ്റുകൾ കണ്ടുപിടിച്ചു. ഓലൊക്കെ കൂടെ നോക്കിയാൽ ഇന്നെന്തൊക്കെ കാണാണ്ടാവും. അതുകൊണ്ട് പല ദുസക്കും അംബുസക്കും. നമ്മൾ സ്വയം നമ്മൾ നല്ലവരാന്ന് വിചാരിക്കല്ലേ, നടിക്കല്ലേ. ഇതൊക്കെ റബ്ബിനാണ് അറിയാം നമ്മൾ അത്രക്ക് നല്ലവരായിട്ടുണ്ടോ, നമ്മൾ ഇനി മാറാനുണ്ടോ ഇല്ലയോ.
നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മൾ ഇനി ഒരുപാട് മാറാനുണ്ട് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കൂടുതൽ നന്മകളോട്, ഇബാദത്തുകളോട്, സൽക്കർമ്മങ്ങളോട്, ഇഹ്സാനിനോട് അടുപ്പവും ആവേശവും ഉണ്ടാവുക. കൂടുതൽ കൂടുതൽ ദുസ്വഭാവങ്ങളിൽ നിന്നും ചെറിയ ചെറിയ വീഴ്ചകളിൽ നിന്നും പോലും അകന്നു നിൽക്കാനുള്ള ഒരു ജാഗ്രതയുണ്ടാവുക. ഞാൻ പോരാ 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 എന്ന് എനിക്ക് തോന്നി തുടങ്ങുമ്പോഴാണ്. എനിക്കങ്ങനെ തോന്നുന്നു, ഞാൻ പോരാ. നിങ്ങൾക്കൊക്കെ മിസ്കാത്തി നല്ലോനാന്ന് തോന്നിക്കോട്ടെ, കുഴപ്പമില്ല. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കൂടി വേണമല്ലോ എനിക്ക് പോകാൻ. പക്ഷെ എനിക്ക് തോന്നേണ്ടത് എന്താണ്? ഞാൻ പോരാ പോരാ പോരാ. നിങ്ങളൊക്കെ നല്ലവരാണ് എനിക്കറിയാം, പക്ഷെ നിങ്ങൾക്കറിയുന്നത് വേറെയും കുറെ ഉണ്ടാവില്ലേ. ഉദ്ദു സയ്യിആത്തിക്കും എന്ന സ്വഹാബി പറഞ്ഞത്. ഉദ്ദു സയ്യിആത്തിക്കും എപ്പോഴാ പറഞ്ഞെന്നറിയോ? കുറച്ച് ആൾക്കാർ ഇങ്ങനെ വട്ടം കൂടിയിരിക്കുന്നത്. നിങ്ങൾ നടക്കുന്ന ഒരാൾ പറയണു കബീറോവി അള്ളാഹു അക്ബർ 100 വട്ടം പറഞ്ഞാണി. ആളുകൾ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ ഇയാൾ ഒരു കല്ല് ആ കുഴിക്കിടും. 100 കല്ലാണ് അയാളെ കയ്യിലുള്ളത്. 100 കഴിഞ്ഞാൽ അയാൾ അത് നിർത്തിയിട്ട് സബ്യഹവും 100 സുബ്ഹാനല്ലാഹ് പറഞ്ഞാണി. അപ്പോ അത് കേട്ട് കണ്ടുവന്ന, ഞാൻ ചുരുക്കി പറയാം, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചൂടായി പോയി. എന്തെങ്കിലും ഉദ്ദേശം എന്ന് വെച്ചപ്പോൾ ഞങ്ങൾ നന്മകൾക്ക് വലിപ്പം കൂട്ടാൻ നോക്കും. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഉദ്ദു സയ്യിആത്തിക്കും, നിങ്ങൾ നന്മകളുടെ എണ്ണമല്ല എടുക്കേണ്ടത്, നിങ്ങളിൽ നിന്ന് വന്ന വീഴ്ചകളുടെ എണ്ണം എടുക്കണോ, കണക്കെടുക്കണോ എന്നാണ്. ഉദ്ദു സയ്യിആത്തിക്കും, നിങ്ങൾ എന്റെ നന്മകൾ എണ്ണുക, ഞാൻ എന്റെ തിന്മകൾ എണ്ണുക. ഞാൻ നിങ്ങളുടെ നന്മകൾ എണ്ണുക, നിങ്ങൾ നിങ്ങളുടെ തിന്മകൾ എണ്ണുക. നമ്മൾ നമ്മളുടെ തിന്മകൾ എണ്ണുമ്പോൾ നമുക്ക് കുറേയേറെ കണ്ടുപിടിക്കാനും തിരിച്ചു നടക്കാനുണ്ട് എന്ന ബോധ്യമുണ്ടാവുകയും ചെയ്യും. ഞാൻ നിങ്ങളുടെ തിന്മ എണ്ണുകയും നിങ്ങൾ നിങ്ങളുടെ നന്മ എണ്ണുകയും ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തിന്മയുമില്ല എന്ന് നിങ്ങളെ പിശാച് ബോധിപ്പിക്കും. അതിന്റെ ഫലമായി നന്മകൾ കുറയുകയും ഇസ്തിഗ്ഫാർ കുറയുകയും കുറേശ്ശെ അഹങ്കാരം ഉൾപ്പെടെയുള്ള ദുസ്വഭാവങ്ങൾ കടന്നു വരികയും ചെയ്യും. നിങ്ങളുടെ തിന്മകൾ എണ്ണുന്നതിലൂടെ എന്റെ ഇബാദത്തുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. നമുക്ക് രണ്ടു കൂട്ടർക്കും നഷ്ടമാണെന്ന് അർത്ഥം അല്ലേ? അപ്പോ ഇന്ന റബ്ബക്ക വാസിയോട് മഗ്ഫിറത്തിഹു അഅലമു ബിക്കും ഇത് അൻശാഖുക്കും മിനൽ അർള് വഇദ അൻതും മജിന്നത്തുൻ ഫീ ബുതൂനി ഉമ്മഹാത്തിക്കും. അജിന്ന എന്ന് പറഞ്ഞ ഭ്രൂണം എന്ന അർത്ഥം. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ ഗർഭാശയങ്ങളിൽ ഭ്രൂണമായി കടന്നു ചെല്ലുന്നത് കണ്ടവനാണ് ഞാൻ. അന്ന് അവർക്കൊരു ചേമ്പിന് മണ്ണിടാൻ തോന്നിയില്ലെങ്കിൽ നിങ്ങൾ പോയിരുന്നു പുറത്തേക്ക്, അല്ലേ? പോയിരുന്നില്ലേ? അത്രേ ഉള്ളൂ. അന്ന് നമ്മളെ പിടിച്ചു വെച്ചത് അത്ര സൂക്ഷ്മതയോടെയാണ് അവര്. ഗർഭം വലുതാകുന്നതനുസരിച്ച് പെരക്കാർ അങ്ങനെ ഇരിക്കരുത്, ഇങ്ങനെ ഇരിക്കരുത്, അങ്ങനെ കിടക്കരുത്, ഇങ്ങനെ കിടക്കരുത് എന്ന് വരെ പഠിപ്പിച്ച്. ഇതിനാണ് ആർക്ക് വേണ്ടിയിട്ടാ? മോൾക്ക് വേണ്ടിയിട്ടായിരുന്നോ അതോ മോൾക്ക് പിറക്കാനിരിക്കുന്ന കുഞ്ഞിന്റെ സുരക്ഷിതത്വമായിരുന്നോ വലുത്? എന്നിട്ട് അവരെയാണ് ഇപ്പൊ നമ്മൾ ഒറ്റപ്പെടുത്തുന്നത്. അത് കാരണമില്ലല്ലോ, ഒന്ന് നോക്കിക്കോളും. അത് അനിയന്റെ ഇതാണ് തറവാട്ടിൽ, അവിടെ ഉണ്ടാകും. ആ അമ്മ എല്ലാവരും എടുത്ത് 2 ദിവസം വന്നിപ്പോ എന്നാണ്. എന്താ ഇതിന്റെ അർത്ഥം? ഉമ്മാനെ സ്ഥിരമായിട്ട് നിർത്താനുള്ള താല്പര്യം എനിക്കില്ല. അത് പറയുന്നതിന് പകരം ഉമ്മാക്ക് ഞങ്ങൾ 5-6 മക്കളുണ്ട്, എല്ലാവർക്കും 2 ദിവസം വന്നിപ്പോ ഈ വന്നിട്ട് ഈ മാറാപ്പും കെട്ടും കെട്ടിയിട്ട് 2 ദിവസം വലിയവനോടെ, പിന്നെ 2 ദിവസം വേറൊരിടത്ത്, 2 ദിവസം വേറൊരിടത്ത് ഇങ്ങനെ ചിന്തി നടക്കുക. ഈ 5-6 എണ്ണത്തിന് ഒന്നിച്ചാടോ ആ പാവം വളർത്തിണ്ടാക്കിയത് അല്ലേ? പറഞ്ഞാൽ തീരാത്ത ഒരു മഹാത്ഭുതമാണ് ആര്? ഉമ്മ. ഞാൻ പറയണ കേട്ടില്ലേ, 1.5 വയസ്സ് വ്യത്യാസത്തിലാണ് ഞങ്ങൾ 12 മക്കളുള്ളത്. 1.5 വയസ്സ് വ്യത്യാസത്തിൽ 12 എണ്ണം. അപ്പൊ ഉമ്മ പറയും, ഒരാൾ കയ്യിലുണ്ടാകും, ഒരാൾ ഒക്കത്തുണ്ടാകും, ഒരാൾ വയറ്റിൽ തൊട്ടിത്തുടിയിലുണ്ടാകും, ഒരാൾ വയറ്റിലുണ്ടാകും. ഇതൊക്കെ വെച്ചിട്ടാണ് ഉമ്മ പറമ്പിലെ പണിയെടുത്തതും വാപ്പാന്റെ സാഹചര്യം സേവനം ചെയ്തതും അമ്മായും പിന്നെ വല്യമാനും വല്യപ്പാനും നോക്കി വളർത്തിയതും ഒക്കെ. ഇതിപ്പോ എനിക്ക് ഒറ്റയ്ക്ക് നിന്റെ അമ്മ നോക്കാൻ വയ്യ, വാപ്പ നോക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ നമ്മളോളം നന്ദി കെട്ടത് ദുനിയാവിലുണ്ടാവും.
അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കെല്ലാം അള്ളാഹു സ്വർഗം നൽകുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ഒരുപാട് ആരോഗ്യം, ആയുസ്സും എല്ലാ രൂപത്തിലുള്ള നന്മകളും നമ്മളെക്കുറിച്ച് കൺകുളിർമയിൽ നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. അപ്പൊ ഇതാണ് ഈ ആയത്ത് അവസാനിപ്പിക്കൽ. ഇവിടെ നമ്മളിൽ ആർക്കാണ് തഖ്വയുള്ളത് എന്ന് അള്ളാഹുവിന് നല്ലോണം അറിയുന്നു. നമുക്കറിയും നമ്മളെ കുറിച്ച്. പക്ഷെ നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ തഖ്വക്ക് മാർക്കിടാൻ യോഗ്യൻ അള്ളാഹുവാകുന്നു. അപ്പൊ അള്ളാഹുവിന്റെ മാർക്ക് രജിസ്റ്ററിൽ നമ്മുടെ ഗ്രേഡ് എത്രയാണെന്ന് നമുക്കറിയില്ല. അവിടെ നമ്മുടെ ഗ്രേഡിന് ഗ്രഡേഷൻ ഉണ്ടാക്കുക, വലുപ്പം കൂട്ടുക, അത് ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് ഇബാദത്തുകളുടെ താല്പര്യം. അതിനു വേണ്ടിയാണ് എല്ലാ ഇബാദത്തുകളും സംവിധാനിച്ചത്. മഖ്സൂദുൽ ഇബാദത്തി അത്തഖ്വ എന്നാണ് അതിന് പറയാ. മഖ്സൂദുൽ ഇബാദ ഏത് തരം ഇബാദത്താണെങ്കിലും അത് ഷഹാദത്ത് കലിമയാവട്ടെ, അതുകൊണ്ടുണ്ടാവേണ്ടത് തഖ്വയാണ്. അതിൽ കൂടെ നമസ്കാരവും കൂടി കടന്നു വരുമ്പോൾ ആ തഖ്വ കൂടണ്ടേ. അവ നമ്മൾ പറഞ്ഞു വരുന്നത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഷഹാദത്ത് കലിമ മനുഷ്യന്റെ അകവും പുറവും ശുദ്ധമാക്കുന്ന അത്യത്ഭുത ചികിത്സയാണെന്ന്. ഷഹാദത്ത് കലിമ നമ്മുടെ ഉള്ളും പുറവും ഒരുപോലെ ശുദ്ധമാക്കുന്ന ചികിത്സയാണ്. അതുകൊണ്ടാണ് ഷഹാദത്ത് കലിമ അംഗീകരിക്കാത്തവൻ നജസാണ് എന്നല്ല പറഞ്ഞത്. ഇന്നമൽ മുശ്രികൂന നജസ്. അവരുടെ ശരീരം നജസാന്നല്ല അതിന്റെ അർത്ഥം. അവരുടെ ഭക്ഷണം നജസാണെന്നല്ല അതിന്റെ അർത്ഥം. അവരുടെ വിശ്വാസം നജസാണ്. അവരുടെ കാഴ്ചപ്പാട് നജസാണ്. ഷഹാദത്ത് കലിമ ചൊല്ലുന്നതോടുകൂടി വിശ്വാസപരമായ വിശുദ്ധി ഉണ്ടാകും, പടച്ചവനെ പേടി ഉണ്ടാകും. 12 വർഷക്കാരൻ ഒരു ഇബാദത്ത് നിർബന്ധമല്ല ഇസ്ലാമിൽ. ഹിജ്റ 12-ാം കൊല്ലത്തിലെ റജബിൽ മേറാജോടുകൂടിയാണ് നമസ്കാരം നിർബന്ധം. അതാണ് ആദ്യത്തെ നിർബന്ധമായ ഇബാദത്ത്. പക്ഷെ ഈ 12 കൊല്ലത്തിനുള്ളിൽ മരണപ്പെട്ട 3-4 സ്വഹാബികളുണ്ട്, ഷഹീദുകളുണ്ട്. അവരാണ് ഇസ്ലാമിലെ ഏറ്റവും ടോപ്പർമാർ അല്ലേ. യാസിർ റളിയല്ലാഹു അൻഹു, ഹാരിസ് ഇബ്നു അബീ ഹാന റളിയല്ലാഹു അൻഹു, സുമയ്യ റളിയല്ലാഹു അൻഹ, ഇവരാണ് ഇസ്ലാമിലെ ഏറ്റവും ടോപ്പർമാർ. അബൂബക്കറിന് മുകളിലാണ് അവരുടെ സ്ഥാനം. കാരണം അവരാണ് ഷഹാദത്ത് കലിമക്ക് വേണ്ടി ആദ്യമായി ജീവൻ വെടിഞ്ഞു പറഞ്ഞു. ഒരു ഇബാദത്തും ഇല്ല അല്ലേ, പക്ഷെ അവർ തഖ്വയുള്ളവരാണ്. അതുകൂടെ 5 നേരം നമസ്കാരം കൂടി വന്നാൽ എന്തുണ്ടാവേണ്ടത്? കൂടുകയാണോ കുറയാണോ വേണ്ടത്? കൂടണ്ടേ? എങ്ങനെ കൂടും? അറഅയ്തും ലൗ അന്ന ഫീ ബാബി അഹദികും നഹ്റൻ ഫയഗ്തസിൽ മിൻഹു കുല്ല യൗമിൻ 5 മററാത്തിൻ ഹൽ യബ്കാ മിൻ ദർനിഹി മിൻ ശൈഅ. ഓർത്തു നോക്കൂ നിങ്ങൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നിങ്ങളുടെ ആരുടെയെങ്കിലും വീടിന് മുൻവശത്ത് ഒരു പുഴയുണ്ട്, നദിയുണ്ട്, അരുവിയുണ്ട് എന്നിരിക്കട്ടെ. നിങ്ങൾ അതിൽ നിന്ന് നിത്യവും 5 നേരം കുളിക്കുന്ന സ്വഭാവക്കാരുമാണെന്നിരിക്കട്ടെ. നിങ്ങളുടെ ശരീരത്ത് മാലിന്യം പറ്റിപ്പിടിച്ചേക്കാം, പക്ഷെ അത് അവിടെ ഉറച്ചു നിൽക്കുമോ എന്ന് പറഞ്ഞാണ്. അവര് പറഞ്ഞു ഒരു പൊടിയും ചളി അവിടെ ഉണ്ടാവില്ല. അത് കുളിച്ച് അപ്പ പോകും. അപ്പൊ നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫദാലിക മസലു സ്വലവാത്തിൽ ഖംസ്. അതാണ് 5 നേരത്തെ നമസ്കാരം കൊണ്ടുള്ള ഗുണം. യംഹുല്ലാഹു ബിഹിൽ ഖതായ. അള്ളാഹു നമസ്കരിക്കുന്നതിലൂടെ വിശ്വാസിയിൽ നിന്ന് വന്നു പോകുന്ന വീഴ്ചകളെല്ലാം മായ്ച്ചു കൊണ്ടേയിരിക്കും. അപ്പൊ എന്തിനുള്ള നമസ്കാരം? തഖ്വ ഉണ്ടാക്കാനുള്ളതല്ല, ഉള്ള തഖ്വ ഒന്നുകൂടി വർദ്ധിപ്പിക്കാനുള്ളതാണ്. ആണല്ലോ. ഓഫർ ഇങ്ങനെ ഇടക്കിടക്ക് 5 നേരം വെച്ചത് എന്തിനാ? 24 അവറിനുള്ളിൽ 24 മണിക്കൂറിനുള്ളിൽ പ്രത്യേക സമയം നിശ്ചയിച്ചത് എന്തിനാ? മനുഷ്യന് സ്വതന്ത്രമായി ജീവിക്കണം. അവരിൽ നിന്ന് വല്ല വീഴ്ചകളും വന്നാൽ അത് അടുത്ത സമയത്തേക്ക് ഇല്ലാതാവും. അതിനുശേഷം അവർ വീണ്ടും ജീവിതത്തിലേക്ക്, ദുനിയാവിന് വേണ്ടി പണിയെടുക്കണം. അവിടെ വരുന്ന വീഴ്ചകൾ ഇവിടെ ഇല്ലാതാവും അല്ലേ.
നിരന്തരമായി ഇത് നിർവഹിക്കുന്നതിലൂടെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ നിലനിന്നുകൊണ്ടേയിരിക്കും. അവർ സ്വർഗാവകാശികളാണ് എന്ന് പറഞ്ഞ്, അവർ സ്വർഗത്തിൽ ആദരവോടെ സ്വീകരിക്കപ്പെടുന്നവരാണ് എന്ന് പറഞ്ഞ്, അവർ സ്വർഗത്തിന്റെ അനന്തരാവകാശികളാണ് എന്നും പറഞ്ഞു. ആരെ കുറിച്ചിട്ട്? നിസ്കാരക്കാരെ കുറിച്ചിട്ട് അല്ലേ? ആ നമസ്കാരത്തിലൂടെ ഉണ്ടായി വന്ന പരിപൂർണമായ ശുദ്ധിയിൽ പിന്നീട് കളങ്കം വരാനുള്ള സാധ്യതയുള്ളത് സമ്പത്തിന്റെ മേഖലയിലാണ്. അവിടെ സക്കാത്ത് വന്നു അല്ലേ? അത് കൊടുക്കുന്നതിലൂടെ ആ മേഖലയിൽ ശുദ്ധമായി നിങ്ങളുടെ മനസ്സും ശുദ്ധമായി, ശരീരവും ശുദ്ധമായി, സമ്പത്തും ശുദ്ധമായി. ഇത് മൂന്നും കൂടി കൂട്ടി വായിച്ചാൽ കിട്ടുന്ന എന്താ അറിയോ? മനുഷ്യൻ നൽകപ്പെട്ട ഈ മഹത്തായ 3 നിഅമത്തുകളൊന്നും എണ്ണിയാൽ എന്താ കിട്ടുക? ഒന്ന് തിരിച്ചറിവുള്ള മനസ്സാണ്, ബുദ്ധിയാണ്. ആണോ അല്ലേ? ഏറ്റവും മഹത്തായ നിഅമത്ത് എന്താ? ബുദ്ധി ഉണ്ടെന്നുള്ളതാണ്, വകതിരിവുണ്ട്, തിരിച്ചറിവുണ്ട് എന്നുള്ളതാണ്. അതിന്റെ ഇസ്ലാമാണെന്ത്? ഷഹാദത്ത് കലിമ. ആണോ അല്ലേ? അത് കഴിഞ്ഞാൽ പിന്നീട് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ നിഅമത്ത് സമ്പത്ത് പിന്നെ വരുന്നതല്ലേ? ശരീരമാണ്. ആ കിടന്ന കിടപ്പിൽ അന്ന് നമ്മൾ കിടന്നിരുന്നുവെങ്കിൽ ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ ചിലരെങ്കിലും അങ്ങനെ കിടക്കുന്നവരുണ്ട് എന്നുകൂടി ഓർത്തു നോക്കുക. അവയവങ്ങൾ ഇല്ലാത്തവരുണ്ട്, ഉള്ളത് തന്നെ ഉള്ളത് പ്രവർത്തിക്കാത്തവരുണ്ട്, ഉള്ളതിന് തന്നെ വൈകല്യമുള്ളവരുമുണ്ട്. നമ്മളങ്ങനെ ആക്കാൻ പറ്റായിട്ടല്ലല്ലോ, അള്ളാന്റെ കൃപയല്ലത്. ഇതിൽ നമുക്ക് വല്ല കഴിവുണ്ടോ? വല്ല റോൾ നമുക്ക് ഇതിലുണ്ടോ? ഇല്ല. ആ ശരീരത്തെ അള്ളാഹുവിന് വിനയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നതാണ് ഇത് നമസ്കാരം. അത് നമ്മളെക്കാൾ ഭംഗിയോടെ വൃത്തിയോടെ ചെയ്യുന്നത് പലപ്പോഴും ഈ വൈകല്യങ്ങളുള്ള പാവപ്പെട്ട സഹോദരന്മാരാണ് അല്ലേ? ഇബാദത്തുകളോട് കൂടുതൽ താല്പര്യമുള്ളയാള്, നമ്മളെക്കാൾ കൂടുതൽ താല്പര്യം കാണിക്കുന്നത് അവരാണ്. നമുക്കിത് കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ പിന്നോക്കമാണ് എന്ന് പറഞ്ഞ ഒരു പരിധി വരെ ശരിയാണ്. മനുഷ്യന് ബുദ്ധി കൊണ്ടും എന്റെ ശരീരം കൊണ്ടും മാത്രം ജീവിക്കാൻ കഴിയില്ലല്ലോ. പറ്റുമോ? ജീവിക്കണേ, കഞ്ഞി കുടിക്കണേ, ഒരു മാർഗം വേണ്ടേ? ആ മാർഗത്തല്ല, ആ മാർഗമാണ് സമ്പത്ത്. ഇതാണ് 3ാമത്തെ നിഅമത്ത്. ഇസ്ലാം ഇവിടെ അവസാനിച്ച് ഇതില് ഷഹാദത്ത് കലിമ, നമസ്കാരം, സക്കാത്ത് ഇതിൽ തീർന്നു. പിന്നെ ഇതിന്റെ ഉപമേഖലകളാണ്. ഷഹാദത്ത് കലിമയുമായി ബന്ധപ്പെട്ട മറ്റു മേഖലകളാണ് ഈമാൻ കാര്യങ്ങൾ 6. ഇബാദത്തുകളുമായി ബന്ധപ്പെട്ടതാണ് ഇനി വരുന്ന ബാക്കിയുള്ളതൊക്കെയും. അടിസ്ഥാന ഇബാദത്തുകൾ ഈ 3 ഇത് 3 ശുദ്ധീകരിക്കുന്നതിലൂടെ നമ്മൾ പൂർണ്ണാർത്ഥത്തിലുള്ള അള്ളാന്റെ ഇഷ്ടക്കാരാകും. ഇത് 3 ശുദ്ധീകരിച്ചാലാണ് അള്ളാഹു നമ്മളോട് പറയാ, പിന്നെ ശരീരവും മനസ്സും ഒരുമിച്ചിരിക്കും കുറച്ചു കാലം വേണം, ഒരു 10-30 ദിവസം അല്ലേ? നിന്റെ മനസ്സിനെ ഒരുക്കി വെക്കണം, ശരീരത്തെ ഒരുക്കി വെക്കണം. അതിന്റെ പേരെന്താ? നോമ്പ്. നിങ്ങൾ ആലോചിച്ച് വെച്ചോളേ. കൃത്യമായി പഠിച്ചാൽ മനസ്സിലാകുന്ന സംഗതിയാണ്. നീ നിന്റെ മനസ്സ് ഞാൻ ചോദിച്ചപ്പോൾ തന്നിട്ടുണ്ട്, നിന്റെ ശരീരം ഇപ്പോഴും ഞാൻ പറഞ്ഞതിനനുസരിച്ചാ പോകണത്. അത് രണ്ടും കൂടെ കുറച്ചു നേരം ഒന്നുകൊണ്ട് ഒഴിവാക്കി നിർത്തിവെക്കാൻ മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും 1 മാസം, അധികമൊന്നും വേണ്ടോ എന്നല്ലേ പറഞ്ഞുള്ളൂ. ഞാൻ ഇപ്പൊ ഇന്ന് വരുമ്പോ അങ്ങനെ ആലോചിച്ച്, മണ്ഡലകാലത്ത് ഇറച്ചി, മീന് മുതലായ സാധനങ്ങൾക്കൊക്കെ വില കൂടോ കുറയോ? കുറയും. ഓരോ നോമ്പിന്റെ കാലാണ്. ക്രിസ്ത്യാനികളുടെ 50 നോമ്പിന്റെ കാലത്ത്, 25 നോമ്പിന്റെ കാലത്തും കൂടോ കുറയോ? കുറയും. മുസ്ലിങ്ങളുടെ നോമ്പിന്റെ കാലത്തോ? നിങ്ങൾ ആലോചിച്ചു പോകേണ്ട ഒരു മേഖലയാണത്. 3 കൂട്ടർക്കും ഈ സമയം ഭക്ഷണത്തിൽ റെസ്ട്രിക്ഷൻ ഉള്ള സമയമാണ് അല്ലേ? മണ്ഡലകാലത്ത് നമ്മുടെ ഹൈന്ദവ സുഹൃത്തുക്കൾക്കും, 50 നോമ്പിന് 25 നോമ്പിന്റെ കാലത്ത് നമ്മുടെ ക്രൈസ്തവ സുഹൃത്തുക്കൾക്കും ഭക്ഷണത്തിൽ നിയന്ത്രണങ്ങളുണ്ട്.
അവർ ഭക്ഷണം നിയന്ത്രിച്ചാൽ ഇവിടെ എല്ലാ സാധനങ്ങളുടെയും വില കുറയും. നമ്മൾ ഭക്ഷണം നിയന്ത്രിച്ചാൽ ഇത് ഡബിളും ത്രിപിളും ആയി പോവാണ്. ആണോ അല്ലേ? ആണ്. അവിടെ എന്താണ് നഷ്ടപ്പെടുന്നത്? തിന്നണ്ടെന്ന് ഞാൻ പറഞ്ഞ നടത്തില്ല. അവിടെ നഷ്ടപ്പെട്ടു പോയത് എന്താണ്? റമദാനിന്റെ ലക്ഷ്യം എന്താണ്? അതുകൊണ്ട് നേടേണ്ടത് എന്താണ്? അതുകൊണ്ട് ഉണ്ടായിത്തീരേണ്ടുന്ന ചൈതന്യം എന്താണ്? അത് ഈ സമുദായം മറക്കും. അത് ഈ സമുദായം മറക്കും. ഇനി നമ്മൾ പറഞ്ഞാൽ ഇവർ ചോദിക്കുന്ന ഭക്ഷണം കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇറച്ചി തിന്നണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? മീൻ തിന്നണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒന്നും തിന്നണ്ടെന്ന് പറഞ്ഞില്ല. എല്ലാം തിന്നാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ തിന്നാനല്ല നോമ്പ് എന്നും പറഞ്ഞിട്ടുണ്ട്. അല്ലേ? ലാലക്കും തത്തക്കോന്ന് നോമ്പിന്റെ കാര്യം പറഞ്ഞു. തക്കുവുണ്ടാവാൻ വലിയ തുക്കത്തിറുള്ളാഹ അലാമ ഹദാക്കുന്ന നോമ്പിന്റെ ലക്ഷ്യം പറഞ്ഞു. അള്ളാനെ മഹത്വപ്പെടുത്തുന്ന ജീവിതമുണ്ടാകാൻ. വലാലക്കും തെസ്കുറുൻ നന്ദിയുള്ള മനുഷ്യന്മാരാവാൻ എന്നും പറഞ്ഞു. വലാലക്കും തെക്കുരു എന്ന് പറഞ്ഞില്ല. നിങ്ങൾ തിന്നാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞില്ല. 11 മാസം തന്നെയല്ലേ പണി, അല്ലേ? ഇതിന്റെ അവസ്ഥ എങ്ങനെയാണ്? സാധാരണ നമ്മൾ കഥ പറയുന്നത് എന്താ അറിയോ? മർഹൂം AP ഒരു തമാശയിൽപ്പെട്ടതാ. നാട്ടുമ്പുറത്ത് വേലായുധേട്ടന്റെ കട, അത് എല്ലാ കാലമുള്ള കടയാണ്, ചായക്കടയാണ്. റമളാൻ മാസം വന്നാൽ അതിനൊരു മറ, അല്ലാത്ത കാലത്തില്ലാത്ത ഈ മറ ആര് കുടിച്ചാലുള്ളതാ? എന്തിനാണ്? കള്ളമറ. കുറെ മാപ്പിള കള്ളന്മാരുടെ ഓരി കുടിക്കാനുള്ളതാ. എന്നിട്ട് AP പറഞ്ഞ എന്താ അറിയോ? ഞാൻ ആ മറ വലിച്ചു പൊളിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ പള്ളിയുടെ തൊട്ടുണ്ടായിരുന്ന കട ഞാൻ പൊളിപ്പിച്ചിട്ടുണ്ട്. മറ മാറ്റി വെച്ചാല് കുടിക്കണോ കുടിച്ചോട്ടെ, ഞങ്ങൾ ആരും ഇവിടെ തടയാൻ പറ്റില്ല. ഞാൻ അവന് കട്ടുപിടിക്കാൻ നിങ്ങളൊരു സൗകര്യം ചെയ്തു കൊടുക്കണ്ട. നിങ്ങളത് കുടിക്കാണ്ട് നമ്മളിവിടെ ആരും തടയാൻ പറ്റില്ല. മറക്കണ്ടെന്ന് ഞാൻ. അങ്ങനെയാണോ? ഇക്ക് സന്തോഷമായി. ഇക്ക് ഇതിനോട് താല്പര്യമില്ല കേട്ടോ എന്ന് മൂപ്പർ പറഞ്ഞു. AP പറഞ്ഞു, പള്ളി കമ്മിറ്റി പ്രസിഡന്റ്, ഔട്ടേക്കല്ല കേട്ടോ. 11 മാസം പിടിച്ച് കയറൂല. പരിചായിട്ട് സുബൈ കഴിഞ്ഞു പോയാൽ പരിചായിട്ടും ഉണ്ടല്ലോ. പക്ഷെ 12-ാം മാസം പരിയിൽ ചായല്ല. മൂപ്പർ എന്ത് ചെയ്യും? ഇവിടെ കയറും. കുരുത്തക്കേടിന് ഒരു ദിവസം പൈസ എടുക്കാൻ മറന്നു. കടയിൽ കയറി ചായ അടിച്ചിട്ട് നോക്കുമ്പോൾ പൈസ ഇല്ല. വേലായുധ തിരട്ടോ എന്ന് അറിഞ്ഞല്ലോ. വേലായുധന് എടുത്തേക്ക് അറിഞ്ഞില്ല. പറ്റില്ല മാപ്പിളോട്ടിയെ. വേലായുധ ഈ കട തുടങ്ങിയിട്ട് 10-11 മാസം ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് നിങ്ങളത് കണ്ടില്ലല്ലോ. അപ്പൊ ഹറാമായ മാസത്തിൽ കുടിക്കും ചെയ്യാ, പിന്നെ കടം പറയുകയും ചെയ്യാ. ആ തോർത്തിട്ട് ഇവിടെ എത്തണേന്ന് പറഞ്ഞല്ലോ. ഇത് വേണോ മിനിങ്ങള്? ഈ മാസത്തെ നമ്മൾ കാണുന്നത് എങ്ങനെയറിയും? നമുക്കൊക്കെ അറിയാം. നമ്മുടെ വീട്ടിലൊരു മോൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഭാര്യക്ക്, നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരാൾക്ക് പീരീഡ്സ് ആണ് നോമ്പിന്, അത് ആ വീട്ടിലെ എല്ലാവർക്കും അറിയാം. പക്ഷെ ആ കുട്ടി ഭക്ഷണം കഴിക്കൽ എപ്പോഴാ? വീട്ടിൽ വേറെ ആരും കാണാതെ പരമാവധി രഹസ്യമായിട്ടാണ് ആ കുട്ടി ഭക്ഷണം കഴിക്കുന്നത്. ആണല്ലേ? അതെന്തുകൊണ്ടാണ്? ഈ മാസത്തിന് കൊടുക്കുന്ന ഒരു ആദരവുണ്ട്, അല്ലേ? ഒരു ആദരവ്. ഓളെങ്ങാനും ഭക്ഷണം കഴിക്കണത് ആങ്ങളാരെങ്ങാനും കണ്ടാൽ നാട്ടിൽ ബോംബിട്ട മരിയാണ്, കളിയാക്കിയിട്ട്. സംഗതി അള്ളവൊക്കെ അനുഭവിച്ചല്ലേ ആണ്. വല്യപ്പാക്ക് അസുഖമുണ്ട്. വല്യപ്പ ഇവിടുന്ന് അഞ്ഞുടിക്കുക നോമ്പ് കാലത്ത്. ഇതുവരെ നമ്മൾ പോലായ്മക്ക് ഇങ്ങോട്ട് കൊടുത്തു നോക്കിയിരുന്നു. വല്യപ്പാന്റെ കസേരയിൽ കൊടുക്കുന്നു. ഇപ്പോൾ എവിടെ? വല്യപ്പാണ് ഔത്തുക. ഉമ്മമ്മേ അങ്ങട്ട. ആശുപത്രി പോകുമ്പോൾ ഒരു കുപ്പി വെള്ളം വരെ കൊണ്ടുപോകുമ്പോൾ നോമ്പ് കാലത്ത് ഇല്ല, ഇല്ല. ആ മാസത്തോട് കാണിക്കുന്ന ഈ പവിത്രത ഈ സമുദായത്തിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അവിടെ നടക്കുന്ന എന്താ? മനസ്സ് കീഴ്പ്പെടുത്തപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, ഈ 3 കാര്യങ്ങൾ പറഞ്ഞപ്പോ, ഒന്ന് ശരീരം, ഒന്ന് മനസ്സ്, ഒന്ന് സമ്പത്ത് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഇവിടെ നോമ്പ് നടക്കുന്നു, പക്ഷെ മനസ്സ് നോമ്പിന് കീഴ്പ്പെടുന്നില്ല. ഇവിടെ നടക്കുന്നത്, റമദാൻ ക്ലാസ് ഇന്ത്യയുടെ ശൈലി ഇങ്ങനെയൊക്കെ ആണുങ്ങൾക്ക് അറിയാലോ. ഇവിടെ നടക്കുന്നത് ഭക്ഷണ നിയന്ത്രണമുണ്ട്, വെള്ളം കുടിക്കുന്നില്ല, അവിടെ നോമ്പ് അവസാനിക്കുന്നു. മല്ലം യദ ഖൗല സൂരി വൽ അമലി ബിഹി, വാക്കും പ്രവൃത്തിയും നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഇതായിട്ട് ഫലൈസ ലില്ലാഹി ഹാജത്തുൻ
ഫി അയ്യത്തുറുക്ക താമഹുവ ശറാബ, പിന്നെ ഭക്ഷണം വെള്ളമായിട്ട് ഒഴിവാക്കുന്നതിൽ അള്ളാഹ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്നതിൻ്റെ അർത്ഥം. അവിടെ പണയപ്പെടേണ്ടത്, കീഴ്പ്പെടുത്തപ്പെടേണ്ടത്, ഒതുങ്ങിക്കൂടേണ്ടത്, ഒതുക്കി വെക്കേണ്ടത് മനസ്സിനെയാണ്. മനസ്സിനെയാണ് ഒതുക്കി വെക്കേണ്ടത്. മനസ്സിന് ഇംസാക്ക് എന്നാ പറയാ സൗമിനർത്ഥം. സൗമ് എന്ന് പറഞ്ഞാൽ ഇംസാക്കുന്ന, പിടിച്ചു വെക്കുക. നോമ്പ് പിടിച്ചു നിർത്തലാണ്. എന്തിനെ? എല്ലാ നന്മകളിലും മനസ്സിനെ പിടിച്ചു നിർത്തുക. ദിക്റുകൾ ഉണ്ടാവും നിരന്തരമായി, ദുആകൾ ഉണ്ടാവും നിരന്തരമായി, സ്വലാത്ത് ഉണ്ടാവും, ഖുർആൻ പാരായണം ഉണ്ടാവും. നല്ല കാര്യങ്ങൾ മാത്രമേ കാണുള്ളൂ, കേൾക്കുള്ളൂ, പറയുള്ളൂ, അല്ലേ? നല്ല കാര്യങ്ങൾ പരമാവധി സ്വതക്കകൾ വർദ്ധിപ്പിക്കും. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ നന്മകളൊക്കെ ചെയ്യും. അപ്പൊ മനസ്സിനെ നന്മയിൽ പിടിച്ചു നിർത്തുക എന്നതാണ് സൗമ്യൻ ഒരു ഭാഗം. രണ്ടാമതൊരു പിടിച്ചു നിർത്തല് എല്ലാ തിന്മകളിൽ നിന്നും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ പിടിച്ചു നിർത്തുക എന്നതാണ്. കാഴ്ചയെ നിയന്ത്രിക്കുക, കേൾവിയെ നിയന്ത്രിക്കുക, സംസാരത്തെ നിയന്ത്രിക്കുക, ചിന്താഗതികൾ നിയന്ത്രിക്കുക, പ്രവൃത്തിയെ നിയന്ത്രിക്കുക, പോകാൻ പാടില്ല എന്ന്, പോകേണ്ടത് ശരിയല്ല എന്ന് തോന്നുന്ന എല്ലാത്തിൽ നിന്നും വിട്ടുനിൽക്കുക. അങ്ങനെ ഒരു പിടിച്ചുകെട്ടലൂടെ ഉണ്ടാവണം. അങ്ങനെ പിടിച്ചു കെട്ടുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുക? റമദാൻ സംഭവിക്കുക. റമദാൻ സംഭവിക്കേണ്ടത് ആകാശത്തല്ല, പിന്നെ എവിടെയാണ്? അത് നമ്മുടെ മനസ്സിലാണ് സംഭവിക്കേണ്ടത്. റമദ എന്നാൽ ചൂടാക്കുക എന്നാണ് അർത്ഥം. ചൂടാക്കുക. റമദാൻ എന്നാൽ ചൂടാക്കി കരിച്ചു പുറത്തിടുക എന്നാണ് അർത്ഥം. ഒരു ഇരുമ്പിന്റെ പഴയ ഒരു ഇരുമ്പ് അടുപ്പിൽ വെച്ച് എന്താ സംഭവിക്കുക? ഹൈമം പറ്റിപ്പിടിച്ചതൊക്കെ പോകും. ചൂട് കൂടുന്നതിനനുസരിച്ച് ഇരുമ്പ് ഇങ്ങനെ ഊതിക്കാച്ചിയ പൊന്നായി മാറും. ആവൂലേ? അപ്പരിപാടിയാണ് റമദാനിൽ നടക്കേണ്ടത്. മനസ്സ് ചുട്ട് പഴുത്ത് മനസ്സിലടിഞ്ഞു കൂടിയ അവസാനത്തെ തരിമ്പ് മാലിന്യത്തെയും പുറത്തെടുക്കാൻ കഴിയണം. ഇനി ഇങ്ങോട്ട് അടുക്കാൻ കഴിയാത്ത രൂപത്തിൽ ഒരു കവചം നിൽക്കണം. അസോമു ജുന്ന, ഇതൊരു കവചമാണ്. ഒരു എന്താണ് നമ്മൾ പറയുന്നത്? ബുള്ളറ്റ് പ്രൂഫ്. നമ്മുടെ മനസ്സിനും ശരീരത്തിനും അള്ളാഹു നൽകുന്ന ഒരു ബുള്ളറ്റ് പ്രൂഫാണ് അസോമു ജുന്ന. അത് നേടിയെടുക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ഒരു മൈക്കിന്റെ സഹായം ഇല്ലാതെ നമുക്കറിയാം. അത് നഷ്ടപ്പെടുമെന്ന് തോന്നുന്നിടത്തുനിന്നാണ് മാറി നിൽക്ക്. അത്ര മതി. ഭക്ഷണം കഴിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. മൻ ഹറമ സീനത്തല്ലാഹില്ലത്തി മൻ ഹറമ സീനത്തല്ലാഹില്ലത്തി അഖ്റജ ലിഇബാദിഹി വത്വയ്യിബാതി മിനർ റിസ്ഖ് ഖുൽ ഹിയ ലില്ലദീന ആമനൂ ഫിൽ ഹയാത്തിദ് ദുനിയാ ഖാലിസത യൗമൽ ഖിയാമ എന്ന് സൂറത്ത് അഅറാഫിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ആരാണ് വിശ്വാസിക്ക് നല്ല ഭക്ഷണം പാടില്ല എന്ന് ഹറാമാക്കിയത്? ആരാണ് ചോദിച്ചോക്കെ അവരോട്. നല്ല ഭക്ഷണം കഴിക്കാൻ പാടില്ല, ദുനിയാവിന്റെ അലങ്കാരങ്ങൾ, നല്ല വീടും വണ്ടിയും വസ്ത്രമൊന്നും പാടില്ല, ആരാണത് വിലക്കിയത്? എന്നിട്ട് അല്ലാഹു പറയും ഖുൽ ഹിയ ലില്ലദീന ആമനൂ ഫിൽ ഹയാത്തിദ് ദുനിയാ. ഇത് മുഅ്മിനീങ്ങൾക്ക് ദുനിയാവിൽ അനുവദനീയമാണ്. പക്ഷേ ഖാലിസത യൗമൽ ഖിയാമ, തിന്ന് പരലോകം നഷ്ടപ്പെടുന്ന തീറ്റ തിന്നല്ലേ. അത്രയും അർത്ഥം. പരലോകത്ത് നമുക്ക് മാത്രമുള്ളതാണത്. നമുക്ക് മാത്രമായിട്ട് പരലോകത്ത് വെച്ച ഒരു സംഗതി നഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് നമ്മുടെ ഇബാദത്തുകൾ മാറരുത്. ഒന്നാമത്തെ 10 നോമ്പ് തെറപ്പിക്കാനുള്ളതല്ല, നോമ്പറക്കാൻ പോകാനുള്ളതല്ല, നോമ്പ് നോൽക്കാനുള്ളത് അല്ലേ. അവസാനത്തെ 10 തുണിയും കുപ്പായം എടുക്കാനുള്ളതാണ്. ലൈലത്തുൽ ഖദറാണെന്ന് ഉറപ്പുള്ള രാത്രികൾ എന്തിനുള്ളതാ? തുണിയും കുപ്പായം വാങ്ങാനുള്ളതാ. അങ്ങനെയാണല്ലോ പോണത്. അവസാനത്തെ ലൈലത്തുൽ ഖദർ ആകുമെന്ന് ഏകദേശം ഒരു ധാരണ 29ാമത്തെ രാത്രിയിൽ നമ്മുടെ ചെക്കന്മാർക്ക് എന്താ വഴി? 30 ദിവസവും ബാർബർ ഷോപ്പ് പോയി എന്ന് വെടി പറഞ്ഞ് നേരെ 24 മണിക്കൂർ ഇരുന്നാലും ഈ അവസാനത്തെ 29ാമത്തെ രാവിലെ അപ്പം മുടിവെട്ടാനാട്ട് പോണത്. അതിനുള്ളതല്ല നോമ്പ്. നിങ്ങൾ മനസ്സിലാക്കുക, ഈ സമുദായം മനസ്സിലാക്കുക. ഇപ്പൊ രണ്ടാമത്തെ 10 മാത്രം അവിടെ എന്തെങ്കിലും നടക്കണത് അല്ലേ? ആദ്യത്തെ 10 ഇപ്പൊ തന്നെ നിങ്ങൾ തീരുമാനാക്കിയില്ലേ? ഒന്നാമത്തെ നോമ്പിനാണോ, രണ്ടാമത്തെ നോമ്പിനാണോ, മൂന്നാമത്തെ നോമ്പിനാണോ മക്കളെ വിളിക്കേണ്ടത് തീരുമാനാക്കിയില്ലേ? ആക്കി. നമ്മളെന്നാ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്ന് തീരുമാനാക്കിയില്ലേ? ആക്കി.
എനിക്കിപ്പോ വന്ന ലിസ്റ്റ് എന്താ അറിയാം, ഞാൻ കേൾപ്പിച്ചു തരാം, ഇവിടുന്ന് പോകുമ്പോൾ വാങ്ങിക്കൊണ്ടുപോകാനുള്ളതാ. പിന്നെ ഞങ്ങൾ കേട്ടോളി, അരിപ്പൊടി 10 വേറെ വേണം, പുട്ടിന്റെ വേറെ വേണം, ഭക്ഷണത്തിന് ചോറ് എന്നുള്ള അരി വേറെ വേണം, ബിരിയാണി അരി വേറെ വേണം, അണ്ടിപ്പരിപ്പ് മുന്തിരി വേണം, സേമിയ റവ വേണം. ഒരു ലിസ്റ്റ് ഇതാ വന്നിട്ടുണ്ട്, ഒരു ലോഡ് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അത് സംഗതി ചെയ്യാമായി കൊടുക്കും. ഈ കാണുന്ന വോയിസുകളൊക്കെയും ഈ ലിസ്റ്റാണ്. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ കൊടുക്കേണ്ട ലിസ്റ്റാണ് 1, 2, 3, 4, 5, 6, 7 വോയിസ്. ആയിക്കോട്ടെ, നല്ല രൂപത്തിൽ ചിന്തിച്ചാൽ മതി. റമദാനിൽ ഇനി ഇതിനൊന്നും ഒഴിവില്ല. ഇനിയിപ്പോ അതിനെ കുറിച്ച് ചിന്തിക്കാൻ വയ്യ, അത് നമുക്ക് ഇബാദത്തിന് മാറ്റിയേക്കാം, അതൊക്കെ അതിന് മുമ്പ് തന്നെ കൊടുന്നേക്കാം എന്ന നല്ല ചിന്തയാണ് അതിനുള്ളിലുള്ളത്, സമുദായത്തിന് മൊത്തമുള്ളത്. പക്ഷെ അതിന്റെ മാത്രം കണക്കെടുക്കുന്നതിന് മുമ്പ് ഒരു കണക്ക് വേറെ വെക്കേണ്ടതുണ്ട്. റമദാനിൽ എന്തൊക്കെ ഇബാദത്തുകൾ ചെയ്യാൻ പറ്റും, അതെങ്ങനെ വേണം, എത്ര ജുസു വീതം ഒരു ദിവസം ഓതാം. നമ്മുടെ പ്രിയപ്പെട്ട അംസമാഷ് ഇന്നലെ ഞാൻ എറണാകുളത്ത് അദ്ദേഹത്തെ പറഞ്ഞിട്ടുള്ളൂ. പള്ളിയുടെ മുമ്പിൽ 1ാമത്തെ സ്റ്റെപ്പിൽ ജമാഅത്ത് ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ റമദാനില് എത്ര ഖത്തമായി എന്ന് ചോദിച്ചാൽ മരിക്കണ കൊല്ലത്തില 6 ഇൻഷാല്ലാഹ് 7ാമത്തെ 7 തീർക്കുന്നത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ അഫ്സലിൽ നമുക്ക് പഠിക്കുന്ന കാലത്ത് ഒരു റമദാനിൽ ഒരു ഖത്താ തീർത്തിരുന്നത്. ജോലി കിട്ടിയപ്പോൾ അത് 2 ഉയർത്തി. വീരാണ്, അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഹെഡ്മാസ്റ്റർ ആയപ്പോൾ അത് 5 മാറ്റി. നമ്മുടെ കൂട്ടത്തിൽ എത്ര ഉണ്ടാവുന്ന കഴിഞ്ഞാൽ ഇവിടെ പറയണത് നമ്മുടെ കൂട്ടത്തിൽ ജീവിച്ച നമ്മുടെ മാതൃക, ഈ പള്ളിയുടെ എല്ലാമായി ജീവിച്ച മനുഷ്യനായിരുന്നു അദ്ദേഹം എന്നതുകൊണ്ടാണ്. നമുക്ക് സമാഷം പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ. ഹെഡ്മാഷായപ്പോൾ 5 തിരക്ക് കൂടുന്നതിനനുസരിച്ച് ഇബാദത്തുകളിൽ കണിശത കൂടുകയാണ്. റിട്ടയർ ചെയ്തപ്പോ അത് 6 ഇക്കുറി ഇൻഷാല്ലാഹ് 7 അന്നപ്പോ അങ്ങനെ ഇപ്പുറം എന്താ പ്രത്യേകത വെച്ചാൽ പോകല്ലേ അടുത്തില്ലേ ഇന്ത്യയിലേക്ക് വേണ്ടേ എന്ന് വെച്ചിരുന്നു. ആ വർഷം പാവം മരണപ്പെടുകയും ചെയ്തു. ഓട്ടത്തിന്റെ അവസാനത്തിലേക്കാണ്. ഒരോട്ടക്കാരൻ ഏറ്റവും വേഗതയിൽ ഓടുക ഓട്ടം തുടങ്ങുമ്പോഴല്ല, ഓട്ടം അതിന്റെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുമ്പോഴാണ്. ജീവൻ കയ്യിൽ പിടിച്ചെടുത്ത് ഓടും. തൊട്ടു മുമ്പിൽ മരണമുണ്ടെന്നും അറിയുന്നവരാണ് നമ്മൾ. എവിടെ വെച്ച് ഈ ഓട്ടം അവസാനിക്കാം. ഒരു പക്ഷേ ഈ നോമ്പ് നമ്മളുടെ അവസാനത്തേതായിരിക്കാം. അതിനു മുമ്പേ നമ്മൾ പോയേക്കാം. അപ്പോ ഇത് വർദ്ധിപ്പിക്കാനുള്ള സമയം റമദാനല്ല. ഇബാദത്ത് വർദ്ധിപ്പിക്കാനുള്ള സമയം തിരിച്ചറിവ് വെക്കുന്ന ആ സെക്കൻഡ് മുതൽ അപ്പുറത്തേക്കുള്ളതാണ്. അതുകൊണ്ട് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ സൂക്ഷ്മത പുലർത്തി ഇബാദത്ത് കൂടെ മുഴുകി ജീവിക്കുന്നവരുടെ മുമ്പിലേക്ക് റമദാൻ ഇങ്ങനെ ഇങ്ങോട്ട് വരും. അപ്പോഴേക്ക് പിന്നെ മാസം കണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അവരെന്ത് ചെയ്യും? മാസം കണ്ടു റമദാനായി, അല്ലാഹു അക്ബർ കഴിഞ്ഞ് ചെയ്തത് ഒന്നുകൂടി ഉഷാറാക്കിയിട്ടാണ് പോകും. കാരണം എന്താ? പുണ്യം കൂടുതൽ കിട്ടുന്ന കാലാണ് അല്ലേ? ഇന്നലെ ഒരു ദിവസം കൂലിയപ്പോൾ 10 കൂലിയെ കിട്ടിയേക്ക് ഇന്നതിന് 70 കൂലി കിട്ടും എന്നവർക്കറിയാം. അപ്പൊ അവരിന്ന് കൂടുതൽ ചെയ്യും. ഇന്നലെ ഒരു അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ 10 അസ്തഗ്ഫിറുല്ലാഹിന്റെ കൂലിയെ കിട്ടിയത് ഇന്നലെ പറഞ്ഞാൽ 70 അസ്തഗ്ഫിറുല്ലാഹിയുടെ കൂലി കിട്ടുന്നവർക്ക് മനസ്സിലാവും. അവര് കൂടുതൽ ആവേശത്തോടെ ചെയ്യും. അതല്ലാതെ അങ്ങനെ ഒരു നോമ്പിനെ അല്ലാതെ മറ്റൊന്നിനെ നമ്മൾ പ്രതീക്ഷിക്കരുത്. അങ്ങനെ വർദ്ധിപ്പിച്ചാണ് പോകുമ്പോൾ ഈ ചൂടാക്കൽ ഓട്ടോമാറ്റിക്കായി നടന്നിട്ടുണ്ടാകും. മനസ്സ് ചൂടായിട്ടുണ്ടാകും, ശരീരം ചൂടായിട്ടുണ്ടാകും. അല്ല വൈകുന്നേരം അവിടെ നോമ്പെടുത്തിട്ട് വൈകുന്നേരത്തിൽ എല്ലായിടത്തോളൊക്കെ എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പൊ ജമാഅത്തിനും നോമ്പ് പറഞ്ഞ ഒരു ക്ഷീണാണ് അവർ. 10-12 മണിക്കൂർ നോമ്പ് എടുത്തപ്പോ അല്ലാത്ത ക്ഷീണം അപ്പൊ എപ്പോഴുണ്ടായി? ചിരിച്ചോട് പറയേണ്ടതല്ല. 12 മണിക്കൂർ നോമ്പ് എടുത്തപ്പോ ഇല്ലാത്ത ക്ഷീണം ഉണ്ടായത് ഇപ്പൊ തിന്നു കൂട്ടിയപ്പോഴാണ്. അതിനേക്കാൾ വലിയ പണിയപ്പെടുത്തുന്നതിന്റെ അർത്ഥം. എന്നിട്ടിപ്പൊ നോമ്പ് തുറക്കണം, നിസ്കരിക്കുന്ന മുമ്പൊരു വെട്ടല്, നിസ്കരിച്ച് പെരി ചെന്ന വേറൊരു വെട്ടല്, പിന്നെ നമുക്ക് ഇങ്ങോട്ട് ഇസായിന്നിട്ട് വരാനിട്ട് ബജ തെറാവി നമ്മൾ വരികയും ചെയ്യും അല്ലേ? ഇസായിന് വരൂല, തെറാവീന് വരും. പറഞ്ഞതിനേക്കാൾ കാര്യം ഇപ്പൊ എന്തിനോടാ? സുന്നത്തിനോടാണ്. ആ പോക്കാപോടെന്ന് വെച്ചാല് അത് 29ാമത്തെ നോമ്പിന്റെ അന്നാണ് അവസാനിക്കുകയും ചെയ്യും. കാരണം
അന്നും കൂടി മൂപ്പര് സജാദ് ഇമാമത്തിൽക്കാണ്ട് പിന്നെ മെഹ്റാബിൽക്കാണ്ട് കയറി ഞങ്ങൾ എന്താ പറയും, എന്താ പത്രം നിർത്തി കുറച്ച് കഴിഞ്ഞോട്ടെ. ആദ്യം ഇന്നത്തെ പ്രത്യേകത ഒരു മാസം കണ്ടാല് ഇനി പിന്നെ ഇത് വയ്യാ, ഏത് വയ്യ. അപ്പൊ എന്റെ ഇപ്പൊ 29 ദിവസം ചെയ്തത് പഠിച്ചവനെ പറ്റിക്കാതെ എന്റെ സമുദായം വിചാരിക്കണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞെന്താ, ഹുവ അഅലമു ബിക്കും ഇത് അൻശഅക്കും മിനൽ അർദ്. നമ്മൾ ആരാണെന്ന് റബ്ബിന് പണ്ടേ അറിയാം. ആ റബ്ബിന്റെ മുമ്പിൽ ഒരു കളിക്കലും വേണ്ട. ആത്മാർത്ഥതയോടുകൂടിയുള്ള ഒരു ഇബാദത്ത് എടുക്കാൻ, ജീവിതത്തിലെ ഏറ്റവും നല്ല റമദാനിനെ ആചരിക്കാൻ ഇത്തവണ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനുള്ള ആയുസ്സും ആരോഗ്യവും അതിനുള്ള ഈമാനും തഖ്വയും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതിന് വിഘാതമാകുന്ന രൂപത്തിലുള്ള ചെറുതും വലുതുമായ യാതൊരു ഒരു ജലദോഷവും പോലും ഇല്ലാതെ റബ്ബി സമുദായത്തെ കാത്തിരക്ഷിക്കണമേ റഹ്മാനെ. ഒരു തട്ടും മുട്ടും തടസ്സങ്ങളും ഇല്ലാതെ ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും റമദാനിന്റെ പൂർണ്ണ ഭാവത്തിൽ റമദാനിനെ അനുഷ്ഠിക്കാൻ, ഇബാദത്തുകളിൽ പരസ്പരം മത്സരിക്കുവാൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകണമേ റഹ്മാനെ. വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പൊ ഇനി നമ്മൾ പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് ഉണ്ടാവുക.